രീതിയിൽ പ്രകാരം ആയിരിക്കുമ്പോൾ ആമേൻ കൊലോസ്യ ലേഖനം അതിന്റെ 3-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് കൊണ്ടുവരാം. സ്തോത്രം. അതിന് 15-ാമത്തെ വാക്യമാണ്. അതിന് നമുക്കൊന്ന് കണക്റ്റഡ് ആയി നമുക്ക് ചിന്തിക്കാൻ വേണ്ടി 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഇന്ന് നമ്മൾ 15-ാം വാക്യമാണ് ചിന്തിക്കുന്നത്. അത് നമുക്കൊന്ന് ഒരുമിച്ച് മനസ്സിലാക്കാൻ വേണ്ടി, ഓർത്തെടുക്കുവാൻ വേണ്ടി 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ 3-ാം അധ്യായം ദിവസം നമുക്കൊന്ന് വായിക്കാം. അതുകൊണ്ട് ദൈവത്തിന്റെ വൃദ്ധന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവിൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവിൻ. എല്ലാറ്റിനും മീതെ സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിപ്പിൻ. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. അതിനല്ലോ നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത്. നന്ദിയുള്ളവരായും എരിപ്പിൻ. ആമേൻ. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. യേശുവിന്റെ കൂടെ നമ്മൾ വസിക്കുമ്പോൾ നമ്മുടെ ലൈഫിൽ വേണ്ട കുറെ ദൈവിക സ്വഭാവങ്ങളെ, നമ്മുടെ ലൈഫിൽ വരുന്ന മാറ്റങ്ങളെ എപ്രകാരമായിരിക്കണമെന്നാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. സ്തോത്രം. നമ്മൾ അത് മനസ്സിലാക്കിയവരാണ്. അവസാനം നമ്മൾ ഇങ്ങനെയാണ് ചിന്തിച്ച് അവസാനിപ്പിച്ചത്: എല്ലാറ്റിനും മീതെ സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിപ്പി. സ്തോത്രം. നമ്മുടെ ലൈഫിൽ നമ്മുടെ എന്തൊക്കെ ക്രിസ്തുവിന്റെ നാമത്തിന് മഹത്വത്തിനായോ അതല്ലെങ്കിൽ മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട് ചെയ്താലും ക്രിസ്തു നമ്മളെ സ്നേഹിച്ചതുപോലെയുള്ള സ്നേഹത്തിൽ നിന്ന് ചെയ്യുന്നില്ല എങ്കിൽ അത് ദൈവത്തിന് പ്രസാദകരമല്ല എന്ന ദൈവവചനത്തിൽ കൂടി നമ്മൾ ആ ദിവസങ്ങളിൽ മനസ്സിലാക്കിയിരുന്നു. സ്തോത്രം. ആമേൻ. എന്നിട്ട് നമ്മൾ ഇങ്ങനെയാണ് മനസ്സിലാക്കി നിർത്തിയത്: ക്രിസ്തു നമ്മളെ സ്നേഹിച്ചതുപോലെ നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കണം. എന്തുകൊണ്ട് നമുക്ക് മറ്റുള്ളവരെ പലപ്പോഴും സ്നേഹിക്കാൻ കഴിയുന്നില്ല എന്നത് അന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നു. നമ്മൾ ക്രിസ്തു എത്രമാത്രം നമ്മളെ സ്നേഹിച്ചു എന്ന് നമുക്ക് ഇതുവരെയും മനസ്സിലായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. സ്തോത്രം. ക്രിസ്തു നമ്മളെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്ന് നമുക്ക് ബോധ്യമായിരുന്നെങ്കിൽ നമുക്ക് ആരെയും സ്നേഹിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകത്തില്ലായിരുന്നു. സ്തോത്രം. എന്നാൽ പലപ്പോഴും ആമേൻ നമ്മുടെ ഓരോരുത്തരും ചിലരോടെങ്കിലും പെട്ടെന്ന് അറിയാതെ 1 മിനിറ്റിലേക്കോ 2 മിനിറ്റിലേക്കൊക്കെ നമ്മൾ സ്നേഹം, അല്ലെങ്കിൽ ചില സമയങ്ങളിലൊക്കെ സ്നേഹം നഷ്ടപ്പെട്ടു പോകുന്നതിന്റെ കാരണം ക്രിസ്തു നമ്മളെ സ്നേഹിച്ചത് എന്താണെന്ന് നമ്മളങ്ങ് മറന്നു പോവുകയാണ്. സ്തോത്രം. നമ്മൾ ആ ആദ്യ സ്നേഹത്തിൽ നിന്ന് നമ്മൾ പലപ്പോഴും വീണു പോകുന്നു. കർത്താവ് നമ്മളെ സ്നേഹിച്ച ആ സമയങ്ങളിൽ നമ്മൾ മനസ്സിലാക്കിയ വലിയ സത്യത്തെ നമ്മളങ്ങ് മറന്നു പോകുന്നവരാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് ഈ ലേഖനങ്ങളിൽ കൂടി ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നത്, ഇന്ന് ഈ പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ ഇറിറ്റേറ്റഡ് ആവുന്ന, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടാകുന്ന ഒരു വ്യക്തിയെ നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെയും സ്നേഹിക്കാൻ കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുകയാണ്. സ്തോത്രം. എന്തുകൊണ്ട് ആവശ്യപ്പെടുന്നു? കർത്താവ് നമ്മളെ അങ്ങനെ സ്നേഹിച്ചു. അപ്പം കർത്താവിന്റെ സ്നേഹം എത്രമാത്രം നമ്മൾ മോശമായിരുന്നെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടോ? എത്രമാത്രമാണ് കർത്താവ് സ്നേഹിച്ചതെന്ന് നമുക്ക് ബോധ്യമായിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് കർത്താവിനെ ആ സ്നേഹത്തിൽ മറ്റുള്ളവരോട് പ്രകടിപ്പിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല. സ്തോത്രം. അതുകൊണ്ട് ആ സ്നേഹത്തിൽ ജീവിക്കുവാൻ ദൈവം നമുക്ക് ഓരോ ദിവസങ്ങളിലും ഇടയാക്കട്ടെ. അതിനുള്ള സാഹചര്യങ്ങളാണ് കർത്താവ് നമ്മുടെ ലൈഫിൽ വെച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി അങ്ങനെ മുന്നോട്ട് പോകുവാൻ എത്രമാത്രം ദൈവം നമ്മളെ ഇടയാക്കട്ടെ. പലപ്പോഴും നമ്മൾ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, ചിലരെയൊക്കെ സ്നേഹിക്കാൻ. ഞാൻ അന്ന് പറഞ്ഞ് ഇങ്ങനെയാണ് അവസാനിപ്പിച്ചത്: നമ്മൾ ചിലരെയൊക്കെ സ്നേഹിക്കാൻ നേരം നമ്മൾ ചിന്തിക്കുന്നതാണ്, ആ വ്യക്തി ഒന്ന് സ്നേഹിക്കാൻ കൊള്ളത്തില്ല, നമുക്ക് പറ്റത്തില്ല എന്ന് നമ്മൾ പലപ്പോഴും പരസ്പരം പറയാറുണ്ട്. സ്തോത്രം. ഞാൻ അന്ന് നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞാണ് അവസാനിപ്പിച്ചത്. കൊലോസ്യ ലേഖനത്തിൽ പലവട്ടം പൗലോസ് അത് പറയുകയും ചെയ്തിട്ടുണ്ട്. സ്തോത്രം. അങ്ങനെ അതിലും മോശമായിരുന്നു, പറ്റാത്തൊരു വ്യക്തിയായിരുന്നു ഞാനും നിങ്ങളും. സ്തോത്രം. കർത്താവിന്റെ നമ്മുടെ തോളിൽ കൈയിടാൻ പറ്റുന്നത് കൊണ്ടൊന്നുമല്ല കർത്താവ് നമ്മളെ തോളിൽ കൈയിട്ടത്. സ്തോത്രം. ആമേൻ. നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ യേശുവിന്റെ വിശുദ്ധിയും ദൈവത്തിന്റെ ഏകജാതനായ പുത്രനെ മുമ്പിൽ എന്നെയും നിങ്ങളെ നോക്കിയാൽ നമ്മൾ എത്രയോ ദൂരത്തിലായിരുന്നു. സ്തോത്രം. ആമേൻ. പിതാവിന്റെ മടിയിലായിരുന്ന സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി ആമേൻ രക്തം ഊറ്റി നമുക്ക് വേണ്ടി വീണ്ടെടുക്കാൻ വേണ്ടി അയച്ച് അവന്റെ മുന്നിൽ നമ്മളെ നിഷ്കളങ്കരായി നിർത്തിയിരിക്കുമ്പോഴും നമ്മളെന്ന് പറയുന്ന സാധാരണ വ്യക്തിയെ കർത്താവിന്റെ മുന്നിൽ കൊണ്ട് നിർത്തിയാൽ നമ്മളെല്ലാവരും കുറവുള്ളവരാണ്. എത്രയോ ദൂരത്തിൽ യേശുവുമായി തട്ടിച്ചു നോക്കുമ്പോൾ നമ്മൾ എത്രമാത്രം ദൂരത്തിലാണ്. സ്തോത്രം. എന്നിട്ടും കർത്താവ് നമ്മളെ മക്കളാക്കി അംഗീകരിച്ചു. സ്തോത്രം. മകനായും മകളായും അംഗീകരിച്ചു. അതിനുവേണ്ടിയാണ് കർത്താവ് എടുത്ത റിസ്ക്കാണ് മുകളിൽ നിന്ന് താഴെ ഇറങ്ങി വന്നു. സ്തോത്രം. അപ്പൊ നമുക്ക് അത്രയും ഒന്നും താഴെ ഇറങ്ങേണ്ടതായിട്ടില്ല. അവൻ അത്രയും ഒന്നും ആ വ്യക്തിയെ സ്നേഹിക്കാൻ നമ്മൾ ബുദ്ധിമുട്ടുണ്ട് എന്ന് നമ്മൾ പറയുന്നെങ്കിൽ അതിന്റെ അർത്ഥം നമ്മളെ എത്രമാത്രം ബുദ്ധിമുട്ടി കർത്താവ് സ്നേഹിച്ചു എന്ന് മനസ്സിലായിട്ടില്ലെന്നാണ്. സ്തോത്രം. നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടെന്ന് അദ്ദേഹത്തെ എനിക്ക് പറ്റില്ല എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നെങ്കിൽ നമ്മളെയും പറ്റാത്ത സാഹചര്യത്തിലാണ്, ഒരിക്കലും ആ വ്യക്തിയേക്കാൾ പറ്റാത്ത സാഹചര്യത്തിലാണ് കർത്താവ് നമ്മുടെ തോളിൽ കൈയിട്ടത്. ആ സ്നേഹത്തിന്റെ ആഴത്തെ
മനസ്സിലാക്കുന്നുവെങ്കിൽ ആമേൻ ഞാനും പാപിയായ മനുഷ്യനാണപ്പാ, എന്നോട് കരുണ തോന്നുമേ എന്ന് പറയുന്നതല്ലാതെ നമുക്കൊരിക്കലും മറ്റുള്ളവരോട് സ്നേഹിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നൊരു വിഷമം കാണാം. ഒരിക്കലും മറ്റുള്ളവരോട് സ്നേഹിക്കാതിരിക്കുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് അവരെ പറ്റത്തില്ല എന്നൊരു മനോഭാവത്തിൽ നിന്നും പൂർണ്ണമായി വിടുവിക്കപ്പെടാൻ കഴിയും. അതിനുശേഷം നമ്മൾ അവസാനം എങ്ങനെയാണ് മനസ്സിലാക്കിയത്? സ്തോത്രം, അതെ, സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിപ്പി, ബോണ്ട് ഓഫ് പെർഫെക്ഷൻ, സമ്പൂർണതയുടെ ബന്ധം. സ്തോത്രം, അന്നത്തെ കാലഘട്ടത്തിൽ സമ്പൂർണതയുടെ ബന്ധം നോളജ് ആണ്, ജ്ഞാനമാണ് എന്നാണ് പറഞ്ഞത്. പെർഫെക്ഷനിലേക്ക് ഒരു വ്യക്തി വരണമെങ്കിൽ ജ്ഞാനമാണ് ആവശ്യം. ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കുന്ന തത്വജ്ഞാനം, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. ദൂതന്മാരെ കുറിച്ചുള്ള ജ്ഞാനം വെളിപ്പെടാതെ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത കുറെ ജ്ഞാനങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് പ്രാപിച്ചെടുക്കണമെന്നാണ് അന്നത്തെ കാലഘട്ടത്തിൽ പഠിച്ചത്. അതാണ് പെർഫെക്ഷൻ. അങ്ങനെയാണ് നമ്മൾ സോഫി, അല്ലെങ്കിൽ അങ്ങനെയാണ് നമ്മൾ വിസ്ഡത്തിലേക്ക് എത്തപ്പെടുന്നത് എന്നാണ് അവർ ചിന്തിച്ചത്. അല്ലെങ്കിൽ തെറ്റായി അവർ സഭയിൽ പ്രചരിപ്പിച്ചത് ജ്ഞാനം പ്രാപിക്കണമെന്നാണ്. സ്തോത്രം, ആമേൻ. തുടർന്ന് താഴോട്ടുള്ളൊരു വാക്യം കൂടെ നമ്മൾ പിന്നീട് ചിന്തിക്കുമ്പോൾ ഈ ജ്ഞാനം, പരിജ്ഞാനം, വിവേകം എന്ന വാക്കുകൾ ഒരിക്കൽ കൂടെ നമുക്ക് ചിന്തിക്കുവാൻ ആ ഭാഗങ്ങളിൽ കഴിയും. സ്തോത്രം, അതുകൊണ്ട് ഞാൻ ഇന്ന് അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. എന്നാൽ ഇപ്രകാരം പറയട്ടെ, സമ്പൂർണ്ണതയുടെ ബന്ധം എന്ന് പറയുന്നത് ആമേൻ പൗലോസ് പറയുകയാണ്, ജ്ഞാനമല്ല സ്നേഹമാണ്. സ്തോത്രം, അത് ദൈവത്തിന്റെ സ്നേഹത്തിലാണ് നമ്മൾ ഒരുമിച്ച് ബന്ധപ്പെട്ടിരിക്കുന്നത്. സ്തോത്രം, അതിൽ കൂടിയാണ് നമ്മൾ പെർഫെക്ഷനിലേക്കും കർത്താവിന്റെ തലയോളം വളരുന്ന അനുഭവത്തിലേക്കും ഒക്കെ വരുന്നത്. സ്തോത്രം, നമ്മുടെ ലൈഫിൽ എത്രത്തോളം നമ്മുടെ സഹവിശ്വാസികളെയും അല്ലെങ്കിൽ നമ്മൾക്ക് സ്നേഹിക്കാൻ കഴിയാത്തവരെന്ന് പറയുന്നവരെയും കൂടെ ഇന്നലെ അല്ലെങ്കിൽ കഴിഞ്ഞ മാസം ആ വ്യക്തി എനിക്ക് സ്നേഹിക്കാൻ പറ്റത്തില്ലായിരുന്നു, എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റും, എന്നാൽ ഇന്ന് എനിക്ക് അദ്ദേഹത്തെ സ്നേഹിക്കാൻ കഴിയുന്നു എന്ന് പറയാൻ കഴിയുന്നെങ്കിൽ തീർച്ചയായും പറയാം, നമ്മൾ തികവിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം, തികഞ്ഞിട്ടില്ല. ആ സ്നേഹത്തിന്റെ വളർച്ച നമ്മളിൽ വരുന്നുണ്ട്. അല്ല, നമ്മൾ കഴിഞ്ഞ മാസം ഒരാളോട് കുറച്ച് സ്നേഹം ഉണ്ടായിരുന്നു, ഈ മാസം അതങ്ങ് പോയെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ ആ തികവിൽ നിന്ന് എവിടെയോ കുറച്ച് താഴേക്ക് പോയി. ഇനി നമ്മൾക്ക് തിരികെ അവിടേക്ക് വരണം, വളരണം. സ്തോത്രം, അത് വളരേണ്ടതായിട്ടുണ്ട്. തികവില് അത് സ്നേഹമാണ്. നമുക്കൊരു വ്യക്തിയെ എത്രമാത്രം സ്നേഹിക്കാൻ കഴിയുന്നു എന്നതാണ് കർത്താവ് നമ്മളെ എത്രമാത്രം സ്നേഹിച്ചു എന്നത് കർത്താവ് നമ്മളെ സ്നേഹിച്ചു എന്ന് നമുക്കൊരു വ്യക്തിയെ സ്നേഹിക്കാൻ പറ്റത്തില്ല, എനിക്ക് പറ്റത്തില്ല. നമ്മളിങ്ങനെ പറയാണ്, എനിക്ക് പാസ്റ്റർ എത്ര പ്രസംഗിച്ചില്ലേലും ഞാൻ സ്നേഹിക്കാൻ പോകുന്നില്ല, ആ മനുഷ്യനെയോ അല്ലെങ്കിൽ ആ വ്യക്തിയെയോ ഞാൻ സ്നേഹിക്കത്തില്ല എന്ന് പറയുന്നെങ്കിൽ സത്യം തുറന്ന് സമ്മതിക്കുക. ഒന്നുകിൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ കർത്താവ് നിങ്ങൾ എത്രമാസം സ്നേഹിച്ചെന്ന് നിങ്ങൾക്ക് മറന്നിരിക്കുക. അതൊരു അപകടകരമായ ഒരു അവസ്ഥയാണ്. സ്തോത്രം, അത് നമുക്ക് പറ്റുന്നില്ല എന്നുള്ളത് നമുക്ക് അംഗീകരിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. സ്തോത്രം, എന്നാൽ അത് എനിക്കൊന്നും പറ്റത്തില്ല എന്ന് നമ്മൾ പറയുന്നത് അത്ര മനോഹരമായ ചിന്തയല്ല. സ്തോത്രം, അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ ആ സമ്പൂർണതയുടെ ബന്ധം നമ്മുടെ ലൈഫിൽ സ്നേഹമാണ് എന്ന ദൈവജനത്തിൽ കൂടി മനസ്സിലാക്കിക്കൊണ്ട് എത്രമാത്രം സ്നേഹിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. നമ്മളെ ഒരാളെ സഹായിച്ചു കാണും, നമ്മൾ ഒരാളെ കൈത്താങ്ങിൽ കാണും, ഒരാളെ ഹോസ്പിറ്റലിൽ പോയി നിന്ന് കാണും, അതെല്ലാം നമ്മൾ മുകളിലത്തെ വാചകത്തിന് മനസ്സിലാക്കിയതാണ്. എന്നാൽ അത് സ്നേഹത്തിൽ നിന്നല്ലെങ്കിൽ, അല്ലെങ്കിൽ സ്നേഹത്തിൽ നിന്നല്ലെന്ന് എങ്ങനെ മനസ്സിലാവുമെന്ന് ചോദിച്ചാൽ, അദ്ദേഹം നാളെ നമ്മളോട് ഒരു താങ്ക്സ് പറഞ്ഞില്ലെങ്കിൽ നമുക്ക് ഇറിറ്റേഷൻ തോന്നുമെങ്കിൽ, അല്ലെങ്കിൽ നമ്മളൊരു ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ആ വ്യക്തി വന്നില്ലെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ട് വന്നാൽ അറിയാം സത്യത്തിൽ നമ്മൾ ക്രിസ്തുവിന്റെ സ്നേഹത്തിലാണോ ചെയ്തതെന്ന്. സ്തോത്രം, നമ്മൾ പറയുക, പക്ഷേ ചില ആളുകൾ ഇങ്ങനെ പറയാറുണ്ട്, സ്തോത്രം, പാസ്റ്ററെ കുഴപ്പമില്ല, എന്റെ ആ വ്യക്തിയൊക്കെ കഷ്ടപ്പെട്ട സമയത്ത് നമ്മൾ എത്രമാത്രം അവരെ നോക്കിയതാണെന്ന് അറിയാമോ പാസ്റ്ററെ? പാസ്റ്റർക്ക് അറിയത്തില്ല, ഞാനതൊന്നും പറയുന്നില്ല പാസ്റ്ററെ. പറയത്തില്ല എന്ന് പറഞ്ഞിട്ട് അതെല്ലാം പറയുകയും ചെയ്യും. സ്തോത്രം, പകുതിയും നമുക്ക് മനസ്സിലാവും എന്താ കാര്യമെന്ന്, എന്നിട്ട് പറയുകയും ചെയ്യും, അതൊന്നും ഞാൻ പറയുന്നില്ല പാസ്റ്ററെ, അതൊന്നും ഞാൻ പറയുന്നില്ല. എന്നാലും പാസ്റ്ററെ അവരങ്ങനെ ചെയ്തു, കുഴപ്പമില്ല, എന്നാലും ഞാൻ ക്ഷമിക്കുന്നു പാസ്റ്ററെ. ഇതെല്ലാം ഇങ്ങനെ പറയുന്നതിന്റെ കാരണം ഇതൊന്നും ക്രിസ്തുവിന്റെ സ്നേഹത്തിലല്ല ചെയ്യുന്നത് എന്നുള്ളതാണ്. സ്തോത്രം, അത് അവരിൽ നിന്ന് എന്തോ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു, അത് കിട്ടാതെ വന്നപ്പോൾ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് സാധാരണ ലോകമനുഷ്യർ ചെയ്തതുപോലെ നമ്മൾ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അത് കർത്താവിന്റെ സന്നിധിയിൽ പ്രതിഫലത്തിനായിട്ടൊന്നുമില്ല, ഇവിടെ തന്നെ കിട്ടിപ്പോയി എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ലൈഫിൽ ചെയ്ത പല കാര്യങ്ങൾക്കും ഓൾറെഡി പ്രതിഫലം കിട്ടിപ്പോയി. ഇനി എന്തെങ്കിലും കിട്ടണമെങ്കിൽ ഈ സത്യത്തെ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ലാത്തവരാണെങ്കിൽ ഇപ്രകാരം ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമുക്ക് അങ്ങനെ കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ. സ്തോത്രം, അപ്രകാരം പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഭാഗത്ത് വിടുകയാണ്. സ്തോത്രം, സമ്പൂർണ്ണതയുടെ ബന്ധത്തെ പറ്റി നിങ്ങളോളം എത്തിക്കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സ്തോത്രം, ഇതെല്ലാം നമ്മൾ സഭകൾ തമ്മിൽ യോജിച്ചിരിക്കേണ്ടതും മറ്റ് വിശ്വാസികളുമായി യോജിച്ചിരിക്കേണ്ടതും അല്ലെങ്കിൽ നമ്മൾ കുടുംബ ബന്ധങ്ങളിൽ യോജിച്ചിരിക്കേണ്ടതും എല്ലാം ക്രിസ്തു നമ്മളെ സ്നേഹിച്ചിട്ടുണ്ട്. നമ്മുടെ ഭാര്യയോ അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവോ എല്ലാം നമ്മൾ താഴോട്ടിനി വരുമ്പോൾ അതിനൊക്കെ ഉണ്ട്. സ്തോത്രം, 18-ാം വാക്യം മുതൽ ഉണ്ട്. ഏതെങ്കിലും തുടങ്ങിയൊന്ന് വെക്കാം. സ്തോത്രം, നമ്മുടെ ലൈഫിൽ ഭാര്യ നമ്മൾ ഇഷ്ടപ്പെടുന്നത് പോലെ എല്ലാം ജീവിക്കുന്നത് കൊണ്ടോ, ഭർത്താവ് നമ്മൾ പറയുന്നത് പോലെ എല്ലാം അനുസരിക്കുന്നത് കൊണ്ടോ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നടക്കുന്നത് കൊണ്ടോ അല്ല ക്രിസ്തു നമ്മളെ പരസ്പരം സ്നേഹിക്കാൻ പറഞ്ഞത്. സ്തോത്രം, ക്രിസ്തു നമ്മളെ സ്നേഹിച്ചത് കൊണ്ടാണ് നമ്മൾ പരസ്പരം സ്നേഹിക്കുന്നത്. സ്തോത്രം, നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് ഇത് രാത്രി ചിന്തയ്ക്കായിട്ട് 15-ാമത്തെ വാക്യം നമുക്ക് നോക്കാം. സ്തോത്രം, ക്രിസ്തുവിന്റെ സമാധാനം
നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. അതിനല്ലോ നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത്. നന്ദിയുള്ളവരായും ഇരിപ്പീൻ. സ്തോത്രം. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. സ്തോത്രം. ഇവിടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ, നമ്മൾ ക്രിസ്തുവിന്റെ സ്വഭാവമാണ് നമ്മൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം. സ്തോത്രം. ഇതൊന്നും ഒരു മനുഷ്യനെ നമുക്ക് ഫോളോ ചെയ്താൽ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നതല്ല. ഇപ്പൊ ക്രിസ്തുവിനെ ഫോളോ ചെയ്ത പൗലോസിനെ അല്ല നമ്മൾ ഫോളോ ചെയ്യുന്നത്, അല്ലെങ്കിൽ പൗലോസ് ഫോളോ ചെയ്ത മറ്റൊരു ദൈവദാസനെ അല്ല നമ്മൾ ഫോളോ ചെയ്യുന്നത്. ക്രിസ്തുവിനെ പൗലോസ് ചെയ്തതുപോലെ നമ്മളും ക്രിസ്തുവിനെ തന്നെ ഫോളോ ചെയ്യുകയാണ്. സ്വതന്ത്രം. നമുക്കറിയാം, മറ്റു മതങ്ങളിലേക്കൊക്കെ നോക്കിയാൽ നമ്മൾ പഠിക്കുമ്പോൾ അതിന്റെ ഫോളോവേഴ്സ് എന്ത് ചെയ്തു? അവരുടെ പുറകിൽ വന്നവരെ ഫോളോ ചെയ്ത് പോയി, പിന്നീട് അവൻ ഇല്ലാതെയായി. സ്വതന്ത്രം. എന്നാൽ ക്രിസ്ത്യാനിറ്റിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. നമ്മൾ എത്രമാത്രം ഫോളോവേഴ്സ്, എത്രമാത്രം ഇതിനെ വിശ്വസിക്കുന്നവർ കടന്നു വരുന്നു, അവരെല്ലാവരും ഫോക്കസ് ചെയ്യേണ്ടത്, അവരെല്ലാവരും ഫോളോ ചെയ്യേണ്ടത് യേശുവിനെയാണ്. സ്തോത്രം. നമ്മളെല്ലാവരും പലരിൽ കൂടിയും പല വ്യക്തികളിൽ കൂടിയും കർത്താവിനെ കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ടെങ്കിലും നമ്മുടെ മാതൃക എന്ന് പറയുന്നതും നമ്മുടെ നോട്ടം എന്ന് പറയുന്നതും നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നതും യേശു മാത്രമാണ്. ഇനി ദയക്ക് ഒരു ഉദാഹരണം വേണോ? അത് യേശുവിനെ നമുക്ക് കാണാൻ കഴിയൂ. അതിനപ്പുറത്ത് മറ്റൊരാളുടെ ഉദാഹരണം പെർഫെക്റ്റ് അല്ല. സ്തോത്രം. എത്രയും കരുണയുള്ളയും എത്ര മനസ്സിലുള്ള, എത്ര സ്നേഹമുള്ള, എത്ര സൗമ്യതയുള്ള, താഴ്മയുള്ള ഒരു വ്യക്തിയായാലും ആ വ്യക്തി ആകരുത് ഒരിക്കലും നിങ്ങളുടെ റോൾ മോഡൽ. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ വീട് പോകുവാൻ സാധ്യതയുണ്ട്. സ്തോത്രം. അത് പെർഫെക്ഷനിലേക്ക് വരാതിരിക്കാൻ ഒത്തിരി കാരണമാകും. കാരണം അദ്ദേഹം ചെയ്യുന്നത് പോലെ പലപ്പോഴും നമ്മളും ചെയ്യാൻ പിന്നെ തുടങ്ങും. അങ്ങനെയൊക്കെ നമ്മുടെ ലൈഫിൽ വന്നാൽ അത് ക്രിസ്ത്യാനിറ്റിയുടെ യഥാർത്ഥ വഴിയാകുന്നില്ല. യഥാർത്ഥ വഴി എന്ന് പറയുന്നത് ക്രിസ്തു എന്ന വഴിയാണ്. സ്തോത്രം. ക്രിസ്തുവാണ് നമ്മുടെ മാതൃക എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. സ്തോത്രം. അത് കേവലം നിത്യതയിലേക്ക് എത്തുവാൻ വേണ്ടിയുള്ള വഴി മാത്രമല്ല, ക്രിസ്തുവാകുന്ന വഴിയിൽ കൂടിയും, ക്രിസ്തു എന്ന വഴിയിൽ കൂടിയും സഞ്ചരിക്കുക എന്നതാണ് ദൈവവചനം നമ്മളിൽ നിന്നും മാറ്റമില്ലാതെ ഉദ്ദേശിക്കുന്ന യാഥാർത്ഥ്യം എന്ന് മനസ്സിലാക്കി ഈ സ്വഭാവങ്ങളൊക്കെ ഞാൻ അന്ന് നിങ്ങളോട് പറഞ്ഞ റെഫറൻസുകളിൽ നിന്നും നിങ്ങളോളം എത്തിയെന്ന് വിശ്വസിച്ചുകൊണ്ട്, അല്ലെങ്കിൽ പുതിയ നിയമത്തിൽ 4 സുവിശേഷങ്ങളിലും കർത്താവ് ഈ വാചകങ്ങളൊക്കെ നന്നായിട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവ് അവിടെ ഇടപെട്ട മേഖലകളിൽ ക്രിസ്തു എങ്ങനെ ഇടപെട്ടോ, പൗലോസ് എങ്ങനെ ഇടപെട്ടെന്ന് പോലുമല്ല. പലപ്പോഴും നമ്മൾ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. നമ്മൾ ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുള്ളതാണ്, പലപ്പോഴും മറ്റ് ചില വിഭാഗത്തിലുള്ള ക്രിസ്തീയ വിഭാഗത്തിലുള്ള ആളുകൾ മറിയെ വലുതായി കാണുന്നു. ഇപ്പൊ നമ്മൾ കുറ്റപ്പെടുത്താറുണ്ട്. എന്നാൽ പലപ്പോഴും നമ്മൾ പൗലോസ് എന്ന് പറഞ്ഞിട്ട്, അങ്ങനെ പറയുന്നതിൽ തെറ്റൊന്നുമില്ല, പക്ഷെ നമ്മുടെ മാതൃക പലപ്പോഴും പൗലോസ് ആകുന്നു. പൗലോസിനെ എങ്ങനെയാണ് നമ്മൾ മാതൃകയാക്കണം? പൗലോസ് ക്രിസ്തുവിന് പുറകെ പോയതുപോലെ ആ മാതൃക പൗലോസിന്റെ പുറകെ നമ്മളും ക്രിസ്തുവിന്റെ പുറകെ പോകാൻ തയ്യാറാകട്ടെ. സ്തോത്രം. ആ കാര്യങ്ങൾ നിങ്ങളോളം എത്തിയെങ്കിൽ ഞാൻ ഇന്ന് രാത്രികാലം ഇവിടെ നമ്മൾ അടുത്തൊരു ക്രിസ്തുവിന്റെ ഭാഗത്തെ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്: ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. സ്തോത്രം. ക്രിസ്തുവിന്റെ സമാധാനം. ക്രിസ്തുവിന്റെ സ്വഭാവത്തെ കുറിച്ച് പറഞ്ഞു വന്നിട്ട്, ക്രിസ്തുവിന്റെ സ്നേഹത്തെപ്പറ്റി, ക്രിസ്തുവിന്റെ ക്ഷമയെപ്പറ്റി പറഞ്ഞിട്ട് അടുത്തതായി ഇവിടെ എല്ലാം കണക്ട് ചെയ്യുന്നത് ക്രിസ്തുവാണ് കേട്ടോ. സ്തോത്രം. ക്രിസ്തുവാണ്. ക്രിസ്തുവില്ലാത്തൊരു തിയോളജി, ക്രിസ്തുവില്ലാത്ത ഒരു ഉപദേശം, ക്രിസ്തുവില്ലാത്ത ഒരു ദൈവശാസ്ത്രം ദൈവീകമല്ല, അത് പൈശാചികമാണ്. അത് മാനുഷികമായാലും അത് പൈശാചികമാണ്. സ്വതന്ത്രം. ക്രിസ്തുവാണ് എല്ലാത്തിന്റെയും ഇടയിൽ നമ്മളെ ബന്ധിപ്പിക്കുന്നത്. ആമേൻ. നമുക്ക് തിമോത്തിയോസിന്റെ ലേഖനത്തിൽ കാണാൻ കഴിയുന്നത് പോലെ, അതെ, ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ ഏക മധ്യസ്ഥനാണ് യേശു കർത്താവ്. അതിനിടയിൽ വെക്കുവാൻ മറ്റൊരു വ്യക്തിയില്ല, മറ്റൊരു ദൂതനില്ല, മറ്റൊരു പ്രമാണമില്ല, മറ്റൊരു സാഹചര്യമില്ല. സ്തോത്രം. അതുകൊണ്ടാണ് പിന്നെയും പൗലോസ് ഈ ലേഖനത്തിലുടനീളം ക്രിസ്തുവെന്നും യേശുവെന്നും മാറി നമുക്ക് ഇനിയും താഴെയുള്ള ഭാഗങ്ങളിലും കാണാൻ കഴിയുന്നുണ്ട്. പറഞ്ഞത് ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളിൽ വാഴട്ടെ. പൗലോസ് പറയുന്നില്ല എന്റെ സമാധാനം നിങ്ങളിൽ വാഴട്ടെ എന്നല്ല പറയുന്നത്, ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളിൽ വാഴട്ടെ. എത്ര വലിയ ദൈവഭക്തനായിരുന്നാലും ചിലപ്പോഴൊക്കെ സമാധാനം ഒരു സെക്കൻഡിലേക്കോ ചില മിനിറ്റുകളിലേക്കോ മറന്നു പോകാനോ മാറിപ്പോകാനോ സാധ്യതയുണ്ട്. എന്നാൽ ജീവിതത്തിന്റെ 33.5 വയസ്സിലെ മുഴുവൻ ജീവിതത്തിലും ഒരു സെക്കൻഡ് പോലും സമാധാനം മാറിപ്പോകാത്ത ഒരു ജീവിതമായിരുന്നു ക്രിസ്തുവിന്റെ ജീവിതം എന്ന് പറയുന്നത്. സ്തോത്രം. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. സ്തോത്രം. നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴേണ്ടത്, റൂൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഹൃദയത്തിൽ എന്താണെന്ന് അറിയുമ്പോൾ ക്രിസ്തുവിന്റെ സമാധാനം. ക്രിസ്തുവിന്റെ സമാധാനം നമ്മളെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങിയാൽ നമ്മൾ അസമാധാനത്തിലേക്ക് വരത്തില്ല. സ്തോത്രം. മറ്റെന്തെങ്കിലുമാണ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നതെങ്കിൽ, നമ്മുടെ സാമ്പത്തിക ഭദ്രതയോ
നമ്മുടെ സർട്ടിഫിക്കറ്റോ, നമ്മുടെ നല്ല ജോലിയോ, നമ്മുടെ തലമുറകളോ, നമ്മുടെ ഭാര്യയോ ഭർത്താവോ കുഞ്ഞുങ്ങളോ, നമ്മളായിരിക്കുന്ന ചുറ്റുപാടുകളോ സമാജമോ, അല്ലെങ്കിൽ നമ്മളെ ഇന്ന് സ്നേഹിക്കുന്ന സ്നേഹ വലയമോ, ഈവൻ നമ്മൾ ആത്മീക കൂട്ടായ്മയുടെ ആ വലിയ ബന്ധങ്ങൾ പോലുമാണ് നമ്മൾ വലിയ സമാധാനത്തിന്റെ മാതൃകയാക്കി നമ്മുടെ ഏറ്റവും വലിയ ആശ്രയമാക്കി വെച്ചിരിക്കുന്നതെങ്കിൽ തീർച്ചയായും ദുഃഖിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. സ്തോത്രം. തീർച്ചയായും നമ്മൾ അതിൽ നിന്നും അസമാധാനപ്പെടാൻ സാധ്യതയുണ്ട്. തീർച്ചയായും സാധ്യതയുണ്ട്. കാരണം ഒരു മനുഷ്യരും പെർഫെക്റ്റ് അല്ലാത്തത് കൊണ്ട് ആർക്കും ആരെയും പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയത്തില്ല. സ്തോത്രം. പൂർണ്ണമായി ഉൾക്കൊള്ളാൻ ആർക്കും കഴിയത്തില്ല. പൂർണ്ണമായി അംഗീകരിക്കാൻ ആർക്കും കഴിയത്തില്ല. പൂർണ്ണമായി ഒരിക്കലും ഫോളോ ചെയ്യാൻ ഒരു മനുഷ്യന് കഴിയത്തില്ല. ഞാൻ എപ്പോഴും ഇത് പറയുന്ന കാര്യമാണ്. ഈ ഭാഗവത് ഒന്നുകൂടെ പറയട്ടെ. ഞാൻ ഇന്ന് പോകുന്ന വഴിയിലും ദൈവമക്കളായ നിങ്ങൾ പോകുന്ന വഴിയിലും ഒരുപക്ഷെ ദൈവമക്കളായ നിങ്ങൾ ഓരോരുത്തരും അവരവരുടേതായി പോകുന്ന സാഹചര്യങ്ങൾ എന്നോട് ഷെയർ ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ വേണമെങ്കിൽ ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്താൻ സാധ്യതയുണ്ട്. സ്തോത്രം. ചിന്തിക്കുമ്പോൾ ഒരുപക്ഷെ ഞാൻ പറഞ്ഞില്ലെങ്കിലും ഞാൻ ചിന്തിക്കും, അങ്ങനെയൊക്കെ ചെയ്തുകൂടായിരുന്നു, ഇങ്ങനെയൊക്കെ ചെയ്തുകൂടായിരുന്നെങ്കിലും പറഞ്ഞ് നമ്മൾ കുറ്റപ്പെടുത്തും. സ്തോത്രം. എന്നാൽ യേശുവിനെ സംബന്ധിച്ചിടത്തോളം യേശു പോകാത്തൊരു വഴിയില്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം. 33.5 വയസ്സുകൊണ്ട് ഒരു മനുഷ്യന്റെ എല്ലാ ജീവിതത്തിന്റെ പെർഫെക്ഷനിലും ജീവിച്ച് കാണിച്ചവനാണ് കർത്താവ്. സ്തോത്രം. അത് ജനനം മുതൽ, അല്ലെങ്കിൽ ജനനത്തിന് തിരഞ്ഞെടുക്കുന്ന സ്ഥലം മുതൽ, അല്ലെങ്കിൽ തന്റെ നല്ല യൗവനം തിരഞ്ഞെടുക്കുന്ന നസറേത്ത് പട്ടണം ഒക്കെ ലൈഫിലുടനീളം നമ്മളൊന്ന് നന്നായിട്ട് ആഴത്തിൽ പഠിച്ചാൽ ക്രിസ്തുവിന്റെ ഭാഗത്തു നിന്നും നമ്മളെ മനസ്സിലാക്കാൻ കഴിയാത്തതായിട്ട് ഒന്നുമില്ല കേട്ടോ. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ക്രിസ്തുവിന്റെ സമാധാനമാണ് നമ്മളെ വാഴേണ്ടത്. സ്തോത്രം. ആരുടെയെങ്കിലും ഒരു പ്രാർത്ഥിക്കാമെന്ന് പറയുന്ന വാക്കുകളോ, അല്ലെങ്കിൽ ആരെങ്കിലും എൻ്റെ ഹോസ്പിറ്റലിൽ എൻ്റെ കൂടെ വന്ന് നിൽക്കും എനിക്ക് രോഗം വന്നാൽ, അതൊന്നും ചിന്തിക്കരുത്. ഒരുപക്ഷെ നമ്മളിന്ന് ഹോസ്പിറ്റലിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വന്നിരിക്കുമെന്ന് പറയുന്നവരോ, നമ്മുടെ സഭയിൽ നമ്മൾ ഒരുപക്ഷെ സഹായിച്ചവരൊന്നും ആയിരിക്കത്തില്ല. നമ്മുടെ കഷ്ടത്തിന്റെ സമയത്ത് നമ്മൾ ചിലപ്പോൾ നമ്മൾ ഒറ്റയ്ക്കായി പോകും. പൗലോസ് പറയുന്നത് കേട്ടിട്ടില്ലേ? എൻ്റെ 1-ാം പ്രതിവാരത്തിൽ ആരും എനിക്ക് തുണ നിന്നില്ല. യേശുവിന്റെ ക്രൂശിലേക്ക് പോകുന്ന വഴിയിൽ നാം നെഞ്ചോട് ചാരിയുന്ന യോഹന്നാനൊക്കെ എന്ത് ചെയ്യും? എവിടെ പോയി? സ്തോത്രം. എല്ലാവരും യേശുവിനെ കൈവിട്ട് ഓടിപ്പോയി എന്നാണ് ദൈവവചനത്തിൽ കാണുന്നത്. നമ്മൾ പത്രോസിനെ കുറിച്ച് പറയാറുണ്ടെങ്കിലും എല്ലാവരും ഓടിപ്പോയി. കൂടെ നിന്നവരും സ്തോത്രം നന്മ മനസ്സിലാക്കിയവരൊക്കെ ഓടിപ്പോയി. പൗലോസ് പറയുന്ന കാര്യം ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. അത്രയൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാവൂ, അല്ലെങ്കിൽ നമ്മൾ നിരാശപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ നിരാശ വരാതിരിക്കാൻ പൗലോസ് തന്റെ ജീവിതത്തിൽ മനസ്സിലാക്കിയ പാഠങ്ങളാണ് ഇതൊക്കെ. സ്തോത്രം. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. ഇന്ന് രാത്രിയിൽ വിവിധ ടൈം സോണുകളിലായിരുന്നു കൊണ്ട് ഈ വചനം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ അസമാധാനത്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ, സമാധാനമില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ, അത് 100% മറ്റെന്തിലോ നമ്മൾ സമാധാനത്തിന് വേണ്ടി ആഗ്രഹിച്ചത് കൊണ്ടാണ്. സ്തോത്രം. മറ്റെന്തിലോ നമ്മളിൽ വാഴാൻ അനുവദിച്ചത് കൊണ്ടാണ്. ക്രിസ്തുവിന്റെ സമാധാനം അല്ല നമ്മളിൽ വാഴുന്നത്. മറ്റെന്തോ നമ്മൾ കൽപ്പിച്ച സമാധാനം. അങ്ങനെ ആയിരുന്നെങ്കിൽ കുറച്ച് സമാധാനം ഉണ്ടായിരുന്നു. എൻ്റെ കുഞ്ഞ് അങ്ങനെ ഒരു ജോലിയിലായിരുന്നെങ്കിൽ സമാധാനം ഉണ്ടായിരുന്നു. എൻ്റെ കുഞ്ഞ് നല്ല മാർക്ക് വാങ്ങിച്ചെങ്കിൽ സമാധാനം ഉണ്ടായിരുന്നു. അതിലൊന്നും നമുക്ക് സമാധാനം കിട്ടത്തില്ല. അതിൽ അന്നത്തെ ആ കാര്യം നേടി നമുക്ക് ആശ്വസിക്കാമെന്നേ ഉള്ളൂ. നാളെ മറ്റൊരു കാര്യം വരും, അപ്പോൾ നമ്മൾ അസമാധാനത്തിലായി പോകും. അവിടെയാണ് എന്താണ് ക്രിസ്തുവിന്റെ സമാധാനം എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഭാഗമാണ്. ക്രിസ്തുവിന്റെ സമാധാനം എന്ന് പറയുന്നത് 33.5 വർഷം നോക്കി, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ ലൈഫ് നോക്കിയാൽ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ക്രിസ്തുവിന്റെ സമാധാനം പോലൊരു സമാധാനം? അങ്ങനെ ഒരു ജീവിതമാണോ ക്രിസ്തു നയിച്ചത്? സ്തോത്രം. എവിടെയോ വഴിയിൽ എവിടെയോ പിറന്നു വീണു. സ്തോത്രം. കിടത്താൻ ഒരു സ്ഥലമില്ല. നമ്മൾ ദൈവദാസന്മാർ പലപ്പോഴും പറയുന്നത് അങ്ങനെ ഒരു അനുഭവമൊന്നുമില്ല നമ്മുടെ ലൈഫിൽ. കിടത്താൻ ഒരു സ്ഥലമില്ലാതെ വഴിയിൽ എവിടെയോ പ്രസവിക്കുന്നു. സ്തോത്രം. അത് ആ യേശുവിനെ പേര് നടക്കുന്നത് കൊണ്ട് മറിയ അനുഭവിക്കുന്ന വേദനകൾ. സ്തോത്രം. ഒരു അമ്മ അല്ലെങ്കിൽ ഒരു മാതാവും പിതാവും ഒരു കുഞ്ഞിനെ പ്രസവിക്കേണ്ടതിനായിട്ടുള്ള, അല്ലെങ്കിൽ അതിനെ സൂക്ഷിക്കേണ്ട സമയത്ത് വരുന്ന ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ കർത്താവിനെ നോക്കിക്കൂടായിരുന്നോ? അപ്പനമ്മമാർ വരെ ലോകപ്രകാരം അസമാധാനത്തിലായി പോയി ദൈവപ്രവൃത്തി വെളിപ്പെടുത്തേണ്ടതിനായിട്ട്. അങ്ങനെ യേശുവിന്റെ ജനനം മുതൽ യേശുവിന്റെ നല്ല യൗവനം നോക്കിയാൽ നല്ലൊരു പ്രായം വേണമെങ്കിൽ നസറേത്തുകാരൻ എന്ന് വിളിച്ചതുകൊണ്ട് തീർച്ചയായും നല്ലൊരു സമയം നസറേത്തിൽ വഹിച്ചവനാണ്. നമ്മളൊക്കെ ആണെങ്കിൽ ഒരുപക്ഷെ തിരഞ്ഞെടുക്കാൻ, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, നല്ലൊരു സ്ഥലമേ തിരഞ്ഞെടുക്കത്തുള്ളൂ. നല്ലൊരു വീട്, നല്ലൊരു എല്ലാ കാറ്റും ഒക്കെ കയറുന്ന ഒരു വീട്, അല്ലെങ്കിൽ എല്ലാ നെറ്റ്വർക്ക് ഉള്ള ഒരു വീട്, അല്ലെങ്കിൽ എല്ലാ സാഹചര്യങ്ങളും ശരിയായിരിക്കുന്ന ഒരു വീട്. പക്ഷേ കർത്താവിന്റെ നല്ല ജീവിത സാഹചര്യങ്ങൾ ചെലവഴിച്ചതും മനുഷ്യർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നസറേത്ത് എന്ന പട്ടണത്തിൽ. സ്തോത്രം. അവിടെ എങ്ങനെയാണ് നമുക്ക് ക്രിസ്തുവിൽ നിന്നും സമാധാനം പഠിക്കാനിരിക്കുന്നത്? സ്തോത്രം. മുക്കുവരായ മനുഷ്യരോടുകൂടി, അല്ലെങ്കിൽ ലോകപ്രകാരം നോക്കുമ്പോൾ അല്പം നാറുന്ന ഒരു അനുഭവത്തിൽ കൂടി കടന്നു പോകുന്ന ചിലരെ, അല്ലെങ്കിൽ അന്നത്തെ ആളുകൾ പാപികളോടുകൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നെന്ന് പറയത്തക്ക രീതിയിൽ മനുഷ്യരുടെ മുന്നിൽ അവരോടൊക്കെ സഹകരിച്ചാൽ എന്റെ വിലയും കൂടെ പോകും എന്ന് ചിന്തിക്കുന്ന അവസ്ഥയിൽ സഹകരിച്ച് ജീവിച്ച യേശുവിൽ എങ്ങനെയാ നമുക്കൊരു വലിയ സമാധാനം കണ്ടെത്താൻ കഴിയുന്നത്? നമ്മൾ ലോകപ്രകാരം, അല്ലെങ്കിൽ ഈ കൊലോസ്യ ലേഖനത്തിൽ പറയുന്നത് പോലെ തത്വചിന്തയും വെറും വഞ്ചനയുടെയുമായ
ലോകത്തിന്റെ ജ്ഞാനത്തിൽ സഞ്ചരിച്ചാൽ യേശുവിന്റെ ലൈഫ് മുഴുവൻ പരാജയമാണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. സ്തോത്രം. കാരണം ഇത്രത്തോളം അത്ഭുതം ചെയ്തിട്ടും വലിയ മാന്യതയൊന്നും ലഭിച്ചില്ല. സ്തോത്രം. അതിനുവേണ്ടി യേശു ആഗ്രഹിച്ചതുമില്ല. പക്ഷേ അങ്ങനെയൊക്കെയുള്ള യേശുവിന്റെ ലൈഫ് നോക്കിയാൽ എന്താണ് യേശുവിൽ സമാധാനമായി കാണാനുള്ളത്? സ്തോത്രം. തന്റെ ലൈഫിൽ അവസാനത്തെ ജീവിതം നോക്കിയേ, തുപ്പലേൽപ്പിക്കപ്പെട്ട് നല്ല യൗവനത്തിൽ ക്രൂശിൽ മരിക്കുന്നു, ആളുകളെല്ലാം ക്രൂശിക്ക എന്ന് പറയുന്നു. ആളുകളെല്ലാം കൂടെ വേദനയേറിയ ഒരു സാഹചര്യത്തിൽ കൂടി നഗ്നനായി ക്രൂശിൽ കിടക്കുന്നു. എത്രയോ ശപിക്കപ്പെട്ടു എന്ന് ലോകം ചിന്തിക്കത്തക്ക രീതിയിൽ ഒരു മനുഷ്യന്റെ ജീവിതം അവസാനിക്കുന്നു. എത്രയോ പരാജയം അല്ലെ? കല്ലറയിൽ കൊണ്ടുവയ്ക്കുന്നു, കല്ലുകൊണ്ട് അടിച്ചു വെക്കുന്നു, തീർന്നു, യേശു തീർന്നു. സ്തോത്രം. എന്നാൽ ആ 33 വർഷം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ ആഴത്തെയും ക്രിസ്തു ആരാണെന്ന് മനസ്സിലാക്കിയ ഒരു ദൈവവൈദ്യനെ സംബന്ധിച്ചിടത്തോളം വിജയവുമാണ്. അത് നമ്മുടെ സമാധാനമാണ്. സ്തോത്രം. യേശുവിന്റെ 33 വർഷം നമ്മുടെ സമാധാനത്തിന്റെ വഴിയാണ്. സ്തോത്രം. അവിടെയാണ് സമാധാനത്തിന്റെ വില കിടക്കുന്നത്. സ്തോത്രം. ഞാനൊന്ന് ചുരുക്കമായിരുന്നു പറഞ്ഞ് അവസാനിപ്പിക്കാം. യേശു തന്റെ സമാധാനത്തെ പറ്റി കൂടുതൽ സംസാരിച്ച അധ്യായമാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം. അതിനോളം നമുക്ക് വിശദമായി പറയാൻ കഴിയുന്ന മറ്റൊരു അധ്യായം ഇല്ല, അല്ലെങ്കിൽ മറ്റൊരു അധ്യായങ്ങളും ഉണ്ട്. എങ്കിലും മറ്റെല്ലാ അധ്യായങ്ങളും സമാധാനത്തെ പറ്റി പുസ്തകങ്ങളിൽ, ബൈബിളിൽ ഉണ്ട്. ഒത്തിരി വേദഭാഗങ്ങൾ അതിനെക്കുറിച്ച് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞെങ്കിലും ഞാൻ ഈ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ യേശു പറയുന്ന ഒരു വാക്ക് നമുക്കൊന്ന് വായിക്കാം. സ്തോത്രം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന 14-ാം അധ്യായത്തിൽ ആ വാക്യം ഒന്ന് വായിച്ചാട്ടെ. എന്റെ സമാധാനം എന്ന് പറയുന്ന ആ ഭാഗം ഒന്ന് വായിച്ചാട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. അതെ, 14-ാം അധ്യായത്തിൽ 27-ാമത്തെ വാക്യമാണ് നമ്മൾ വായിച്ചത്. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ഭ്രമിക്കുകയും അരുത്. ഇവിടെയും ഹൃദയത്തെ പറ്റിയുമായി ബന്ധപ്പെട്ടാണ്. ഹൃദയങ്ങളിൽ നമ്മൾ കൊലോസ്യ ലേഖനത്തിൽ വായിച്ചതുപോലെ ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ എന്ന് പറയുന്ന ഒരു ഭാഗം കാണുന്നു. അതേ സമാനമായി യേശു കർത്താവ് പറഞ്ഞു തുടങ്ങിയാണ്, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിച്ചു പോകുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിച്ചു പോകുന്നു. സ്തോത്രം. സമാധാനത്തിനായി യേശു ഈ ഭാഗത്തിൽ മാത്രം പറയുന്ന ഭാഗങ്ങളെ ഒന്ന് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. 13-ാം അധ്യായത്തിന്റെ അവസാന ഭാഗങ്ങളിൽ യേശു പോകുന്നു എന്ന് ശിഷ്യന്മാർക്ക് മനസ്സിലായപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കഥയാണ്. യേശു കർത്താവിനോട് ശിഷ്യന്മാർ ചോദിക്കുകയാണ്, ശിമോൻ പത്രോസ് ചോദിക്കുകയാണ്, കർത്താവേ നീ എവിടെ പോകുന്നു എന്ന് ചോദിച്ചു. ഞാൻ പോകുന്ന ഇടത്തേക്ക് നിങ്ങൾ ഇപ്പോൾ വരിക എന്ന് പറഞ്ഞാൽ ആ ഒരു ഫെയർവെൽ, ആ ഒരു വിടവാങ്ങൽ അവസരം പത്രോസിന് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. സ്തോത്രം. നമുക്ക് ആർക്കും നമ്മളെ സ്നേഹിക്കുന്നവർ വിട്ടുപോകുന്നതും മാറിപ്പോകുന്നതും കുറച്ചു നാളത്തേക്ക് ഒരു ഒഴിഞ്ഞിരിക്കുന്നത് ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. സ്തോത്രം. അങ്ങനെയാണ് നമ്മൾ മനുഷ്യരെങ്കിൽ ഇത്രയും നാള് 33 വർഷം കൂടെ നടന്ന് ദൈവവചനത്തിന്റെ സത്യങ്ങൾ പത്രോസിന് ഒരുവിധം കാര്യങ്ങളൊക്കെ മനസ്സിലായി. എല്ലാം ഒന്നും ആഴത്തിൽ മനസ്സിലായില്ലെങ്കിലും നിത്യജീവന മൊഴികൾ യേശുവിൽ ഉണ്ടെന്നും യേശു മശീഹയാണ് നമുക്കുള്ള കുറച്ചുള്ള യാഥാർത്ഥ്യങ്ങൾ എത്രയും മനസ്സിലാക്കുന്ന ഒരു മനുഷ്യന് കഴിയുമായിരുന്നു അത്രയൊക്കെ കുറച്ചൊക്കെ മനസ്സിലാക്കാൻ ക്രിസ്തുവിനാൽ വെളിപ്പെട്ട് കിട്ടിയ ഒരു മനുഷ്യനാണ് പത്രോസ്. സ്തോത്രം. പൂർണ്ണമായിരുന്നില്ലെങ്കിലും ആ മനുഷ്യനാണ് പറയുന്നത്, അയ്യോ ഞങ്ങളെ വിട്ട് പോവുകയാണ്, എങ്ങോട്ട് പോവുകയാണ്, ഞങ്ങളും കൂടെ വരാം എന്നൊക്കെയുള്ള ഒരു സെന്റിമെന്റ്. ആ ഒരു സിറ്റുവേഷൻ നിങ്ങളൊന്ന് പിക്ചറിലൊന്ന് കണ്ടാട്ടെ. ഞാനും വരാം പാപ്പ എന്ന് ഒരു കുഞ്ഞ് കടയിലേക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ദൂരേക്ക് പോകുമ്പോഴോ ഒരു കുഞ്ഞ്, നമ്മൾ കുഞ്ഞുങ്ങളുള്ളവരാണെങ്കിൽ ഒരു കുഞ്ഞ് നമ്മുടെ പുറയിൽ വന്ന് ഞാനും കൂടെ വരാമെന്ന് പറഞ്ഞ് വണ്ടിയിൽ കയറിയിരുന്ന് ബൈക്കിന്റെ പുറത്തെ കെട്ടിപ്പിടിച്ചിരിക്കുന്നത് പോലെ വിടാൻ മനസ്സില്ലാതെ അയ്യോ ഇനി എനിക്ക് എന്ത് എന്ന് ചിന്തിച്ചുകൊണ്ട് എല്ലാം പടകും വലയും വള്ളവും ഒക്കെ വിട്ടിട്ടല്ലേ ഞാൻ നിന്റെ പുറകെ വന്നത്, ഇനി എനിക്ക് ഒന്നുമില്ല എന്നൊരു ഒരു ഏകാന്തത ഫീൽ ചെയ്യുന്ന സമയത്താണ് യേശു കർത്താവ് എന്ന് പറയുന്നത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് എന്ന് പറഞ്ഞാൽ അവരുടെ ഹൃദയം വല്ലാതെ കലങ്ങിപ്പോയി കേട്ടോ, വല്ലാതെ കലങ്ങിപ്പോയി. എന്നിട്ട് 18-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്, ഞാൻ നിങ്ങളെ ഒരിക്കലും അനാഥരായി വിടത്തില്ല. സ്തോത്രം. ഞാൻ ഇങ്ങനെയാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചില സമയങ്ങളിൽ ഏകാന്തതകളും എല്ലാവരും കൈവിടപ്പെട്ടു എന്ന് ചിന്തിക്കുന്ന അവസരങ്ങൾ നമ്മുടെ ലൈഫിൽ വരുന്നതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? ക്രിസ്തുവിന്റെ സമാധാനം നമ്മളിലേക്ക് പകരപ്പെടുവാൻ, അല്ലെങ്കിൽ ആ സമാധാനത്തിന്റെ ആഴം നമ്മളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. സ്തോത്രം. അവിടെ പറഞ്ഞ 2 വാക്കുകളുണ്ട്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. സ്തോത്രം. അടുത്ത് പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. സ്തോത്രം. എന്നിട്ട് യേശു കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ പരിശുദ്ധാത്മാവിനെ നിങ്ങളിലേക്ക് അയക്കും, ഞാനൊരു കാര്യസ്ഥനെ നിങ്ങളിലേക്ക് അയക്കും, ലോകം കാണത്തില്ല, പക്ഷേ ഞാൻ നിങ്ങളെ കാണും, നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയും. സ്തോത്രം. അങ്ങനെ ദൈവം ആശ്വസിപ്പിച്ചതിന് ശേഷം പരിശുദ്ധാത്മാവിന്റെ കൽപ്പനകളും ദൈവികമായ കാര്യസ്ഥന്റെ ആ ഉറപ്പും കൊടുത്തതിന് ശേഷം യേശു കർത്താവ് പറയുകയാണ്, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെ അല്ല. സ്തോത്രം. ലോകം തരാത്തൊരു സമാധാനം യേശുവിൽ ഉണ്ടായിരുന്നു. ഈ സമാധാനം എന്ന് പറയുന്നത് സിമ്പിളാണ്. ഞാൻ ഇങ്ങനെ പറയാം,
ഇവിടെ യേശു പറയുന്ന ഭൗതികമായ ഒരു കാര്യത്തിനുമുള്ള ഉറപ്പല്ല ഇത്. സ്തോത്രം. സമാധാനം എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം, ഒരു ബന്ധമാണ്, ഒരു ബന്ധം. സ്തോത്രം. ബന്ധം എന്ന് പറയാൻ കാരണം ഞാൻ ഇങ്ങനെ പറയാം. നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന അയൽ രാജ്യമാണ് ചൈന അല്ലെങ്കിൽ പാകിസ്ഥാൻ. നമ്മൾ പറയും ഇന്ത്യയും പാകിസ്ഥാനുമായി നല്ല സമാധാനത്തിലല്ല, അല്ലെങ്കിൽ ഇന്ത്യയും ചൈനയുമായി നല്ല സമാധാനത്തിലല്ല എന്ന് നമ്മൾ പറയും. കാരണം എന്ന് പറയുന്നാൽ സമാധാന ചർച്ചകളൊന്നും വിജയിച്ചില്ല എന്ന് പറയും. എന്ന് പറഞ്ഞാൽ നല്ല ബന്ധത്തിലല്ല. സ്തോത്രം. നമുക്ക് ആദ്യം അവിടം കൊണ്ട് ആ വാക്യത്തെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. എന്ന് പറഞ്ഞാൽ നല്ല ബന്ധമാണെങ്കിൽ സമാധാനമാണ്. സ്തോത്രം. നല്ല ബന്ധമാണെങ്കിൽ ഇത് എവിടെയാ നഷ്ടപ്പെട്ടതെന്ന് മനസ്സിലായാൽ നമുക്ക് ഈ വാചകത്തിലേക്ക് വേഗം വന്ന് അവസാനിപ്പിക്കാൻ കഴിയും. സ്തോത്രം. ഏദനിൽ ആദമും ഹൗവയും ആയിരിക്കുമ്പോൾ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നും ദൈവത്തിന്റെ കൽപ്പന നിരസിച്ചത് നിമിത്തം അവർ എന്ത് സംഭവിച്ചു? മരണപ്പെട്ടു. ആത്മീക മരണം. ആത്മീക മരണം എന്ന് പറഞ്ഞാൽ ആത്മാവില്ലാതെയാവുകയല്ല, ആത്മാവിന് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നഷ്ടമായി. ആത്മാവ് ദൈവവുമായി ബന്ധപ്പെടാതിരിക്കത്തക്ക രീതിയിൽ നിർജീവമായി പോയി. സ്തോത്രം. അതാണ് ബൈബിൾ മരണം എന്ന് പറയുന്നത്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ബന്ധം നഷ്ടപ്പെട്ടു, സമാധാനമില്ല. സമാധാനമില്ലെന്ന് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? നമുക്ക് സിമ്പിളായിട്ട് അറിയാവുന്ന കാര്യമാണ്. ആദാമൻ തന്റെ ഭാര്യയെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. ആദാമിന് തന്റെ ലൈഫിൽ തൃപ്തിയില്ലാതാകാൻ തുടങ്ങി. സ്വന്തം തനിക്ക് കുറവുകൾ മനസ്സിലായി. അത്രത്തോളം അന്ന് വരെ ഉണ്ടായിരുന്ന തന്റെ സകല കുറവുകളും കുറച്ചുകൂടി ബോധ്യമായി. താൻ സാറ്റിസ്ഫാക്ഷന് വേണ്ടി, താൻ ഇതിനകത്ത് സംതൃപ്തി കാണാൻ വേണ്ടി താൻ ഓടുവാൻ തുടങ്ങി. സ്വത്രം. ദൈവവുമായിട്ടുള്ള സമാധാനം നഷ്ടപ്പെട്ടു. സ്വത്രം. ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഇരിക്കുന്നെങ്കിൽ നമുക്ക് സമാധാനമുണ്ട്. ക്രിസ്തു പറയുന്നത്, ക്രിസ്തുവിൽ ആ സമാധാനമുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, ലോകത്തിൽ താൻ തുപ്പലേൽപ്പിക്കപ്പെടുമ്പോഴും, ലോകത്തിൽ താൻ അടികൊള്ളുമ്പോഴും, ലോകത്തിൽ താൻ നിന്ദിതനായിരിക്കുമ്പോഴും യേശു കർത്താവിനെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണ സമാധാനത്തിലാണ്. കാരണം എന്താണെന്നറിയാം യേശു കർത്താവ് സമാധാനത്തിലാകാൻ? മറ്റൊന്നുമല്ല, ദൈവമായിട്ട് നല്ല ബന്ധമാണ്. ദൈവമായിട്ട് നല്ല ബന്ധമാണ്. വലിയ വിഷയങ്ങളിലേക്ക് ഓരോ പ്രാർത്ഥന കഴിയുമ്പോഴും യേശുവിനെ കല്ലെറിഞ്ഞ് കൊല്ലാൻ നോക്കുന്നുണ്ട്, നശിപ്പിച്ചു കളയാൻ നോക്കുന്നുണ്ട്, ഇല്ലായ്മ ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷെ യേശുവിന്റെ സമാധാനം എന്താണെന്നറിയാമോ? യേശു കർത്താവ് പറയുകയാണ്, ഞാൻ ഏകനല്ല, പിതാവ് എന്നെ ഏകനായി വിട്ടിട്ടില്ല. സ്തോത്രം. ഞാൻ ഏകനല്ല, പിതാവ് എന്നോടൊപ്പമുണ്ടെന്നുള്ള യാഥാർത്ഥ്യം യേശു കർത്താവിന് ബോധ്യമുണ്ടായിരുന്നു പൂർണ്ണ മനുഷ്യത്വത്തിലായിരുന്നപ്പോൾ. തീർച്ചയായും നമുക്കറിയാം, ക്രൂശിൽ കുറെ സമയങ്ങളിലേക്ക് പിതാവ് പോലും കൈവിട്ടു. എന്നാൽ ഒരു സമയം പോലും യേശു നമ്മളെ കൈവിടുന്നില്ല എന്നത് ബൈബിളിലെ യാഥാർത്ഥ്യമാണ്. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ലെന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് വിട്ടുകളയുമെന്നല്ല, ഒരിക്കലും വിടുകയില്ല, ഒരിക്കലും വിടുകയില്ല. യേശു പറയുകയാണ്, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇത്രയും ഉള്ളൂ. നമ്മൾ സിമ്പിളായിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാൻ ഇങ്ങനെ ശ്രമിക്കാം. യേശുവും പിതാവുമായി നല്ല ബന്ധത്തിലാണ്, നല്ല സമാധാനം. ആ സമാധാന ബന്ധം ക്രിസ്തു നമുക്ക് തരികയാണ്. അതെങ്ങനെ തന്നു? യേശു പോയി പറയുമ്പോൾ തരികയല്ല, യേശു പറയുമ്പോൾ അത് സ്ഥാപിക്കുകയാണ്. പക്ഷെ അത് നടന്നത് എവിടെയാണ്? ക്രൂശിലാണ്. സ്തോത്രം. അത് നമുക്ക് കൊലോസ്യ ലേഖനത്തിൽ തന്നെ ഒന്ന് വായിച്ചാട്ടെ. കൊലോസ്യ ലേഖനം അതിന്റെ 1-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. കൊലോസ്യൻസ് ചാപ്റ്റർ 1. അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി, ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി. ഇവിടെ നമുക്ക് എഫെസ്യ ലേഖനത്തിൽ ഇതൊക്കെ നന്നായിട്ട് വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. വ്യക്തമായിട്ട് പറയുക, ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് സമാധാനം ഉണ്ടാക്കി. ഇപ്പൊ കർത്താവ് നമുക്ക് നൽകിയ സമാധാനം, കർത്താവ് പറയുകയാണ്, എനിക്കൊരിപ്പോൾ സമാധാനമുണ്ട്, കാരണം ഞാനും എൻ്റെ പിതാവുമായി നല്ല ബന്ധത്തിലാണ്, നിങ്ങൾക്കോ ബന്ധമില്ല. പിന്നെ എങ്ങനെയാണ്? എനിക്ക് പിതാവുമായിട്ടുള്ള ബന്ധം ഞാൻ മുഖാന്തരം നിങ്ങൾക്ക് തന്നേച്ചേ പോകും. ക്രൂശിൽ യേശു മരിക്കുമ്പോൾ പറയുകയാണ്, നിവർത്തിയായി. എന്താണ് അതിന്റെ അർത്ഥം? ഇതും കൂടെ അതിനകത്ത് ചേർത്ത് പറയാം, മനുഷ്യന്റെ സമാധാനത്തിനായിട്ട് ചെയ്ത് തീർക്കേണ്ടത് മുഴുവൻ ഞാൻ തീർത്തു കഴിഞ്ഞു. നിങ്ങൾക്ക് സമാധാനം. എന്തോ? നിങ്ങൾക്ക് സമാധാനം. ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കായിരുന്നു? ഓക്കെ. നിങ്ങൾക്ക് സമാധാനം എന്ന് യേശു കർത്താവ് പറയുമ്പോൾ നമുക്ക് മനസ്സിലായോ ആ സമാധാനം ദൈവവുമായിട്ട് യേശുവിന് ബന്ധമുണ്ട്. നമുക്ക് ഒരു കാരണവശാലും ബന്ധപ്പെടാൻ പറ്റത്തില്ല, കാരണം അത്രത്തോളം നമ്മൾ പാപികളാണ്. എന്നാൽ കൊലോസ്യ ലേഖനം നമ്മളെന്താ വായിച്ചത്? ക്രിസ്തു രക്തം ചൊരിഞ്ഞ് കാൽവറിയിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി മരിച്ച സെക്കൻഡിൽ തന്നിൽ വിശ്വസിക്കുന്നവരെല്ലാവർക്കും സമാധാനം കിട്ടി.
സമാധാനം കിട്ടി. അതാണ് ഇവിടെ പറയുന്നത്, ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു. എനിക്ക് എന്താ സമാധാനമുള്ള? എൻ്റെ അപ്പച്ചനുമായിട്ട് എനിക്ക് നല്ല ബന്ധമാണ്, നിങ്ങൾക്കില്ല. പക്ഷെ ഞാൻ അത് തരാം, എൻ്റെ കയ്യിലുണ്ട്, എനിക്ക് മാത്രമേ അത് തരാൻ പറ്റൂ. അതുകൊണ്ട് പറഞ്ഞു ലോകം തരുന്നത് പോലെ അല്ലെന്ന്. സ്വത്രം ലോകത്തിൽ മറ്റാർക്കും അത് തരാനും പറ്റത്തില്ല. കാരണം എന്താണെന്ന് അറിയാമോ? അത് ക്രിസ്തുവിന് മാത്രമേ തരാൻ പറ്റൂ, അത് ക്രിസ്തുവിൽ മാത്രമേ ഉള്ളൂ. സ്വത്രം ക്രിസ്തുവിന്റെ സമാധാനം നമ്മളിൽ വാഴട്ടെ. ക്രിസ്തുവിന്റെ സമാധാനം നമ്മളിൽ ഞാനിന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ സമയം കിട്ടുമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സ്വത്രം എത്രമാത്രം എങ്ങനെയൊക്കെ പറയണമെന്ന് എനിക്കറിയില്ല. ഞാൻ പറയുന്നതോളം നിങ്ങളോളം എത്തുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സ്വത്രം ക്രിസ്തുവിന്റെ സമാധാനം, ഭയങ്കര സമാധാനം. ക്രിസ്തു അടികൊള്ളുമ്പോഴും സമാധാനം പെർഫെക്റ്റ് ആണ്. കാരണം ദൈവത്തിന്റെ പെർഫെക്റ്റ് വഴികളിലാണ് ക്രിസ്തു പോകുന്നത്. ഈ തുപ്പലേൽപ്പിക്കപ്പെടുന്നതും കൂടെ നിൽക്കുന്ന യൂത തള്ളിപ്പറയുന്നതും ഒക്കെ കറക്റ്റ് ദൈവിക പദ്ധതികളാണ്. സ്വത്രം നമുക്ക് മാനുഷികമായി മനസ്സിലാകാൻ വേണ്ടി യൂതയെ കുറിച്ചൊക്കെ യേശു അങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിലും ക്രിസ്തുവിന് അറിയാം, തിരഞ്ഞെടുക്കുമ്പോഴേ യേശു വരുന്നതിന് മുമ്പേ അറിയാം താൻ തിരഞ്ഞെടുപ്പുള്ള ഒരു വ്യക്തി തന്നെ വഞ്ചിക്കുമെന്ന്. സ്വത്രം അതെ, തന്നെ ഒറ്റിക്ക് കൊടുക്കുമെന്നും വെറും 30 വെള്ളിക്കാശിന്റെ വില കൊടുക്കത്തുള്ളൂ യേശുവിനെ നന്നായിട്ട് അറിയാം. ഇതൊക്കെ അറിയാം. പെർഫെക്റ്റ് പ്ലാനിൽ യേശു സഞ്ചരിക്കുന്നത്. സ്വത്രം ഈ പത്രോസ് 3 വട്ടം തള്ളിപ്പറയും എന്ന് നമ്മൾ മുമ്പേ വായിച്ച വാക്യത്തിലുണ്ട്. സ്വത്രം ഇതിന് തൊട്ട് യോഹന്നാൻ സുവിശേഷം 13-ാം അധ്യായത്തിലുണ്ട്. യേശു കർത്താവിന് അറിയാം ഈ പത്രോസ് തള്ളിപ്പറയുമെന്ന്. എല്ലാം കർത്താവിന് നന്നായിട്ട് ബോധ്യമുണ്ട് കേട്ടോ. സ്വത്രം എല്ലാം അറിയാം. എന്തുകൊണ്ട് അറിയാം? കർത്താവുമായിട്ട് നല്ല ബന്ധമാണ്. പിതാവിന്റെ പെർഫെക്റ്റ് ചിന്തകളിലാണ് യേശു സഞ്ചരിക്കുന്നത്, പ്ലാനുകളിലാണ് യേശു സഞ്ചരിക്കുന്നത്. ദൈവവുമായി നല്ല ബന്ധത്തിലാണെങ്കിൽ സമാധാനം. സ്തോത്രം. നമുക്കറിയാം ഒരു വലിയ ഒരു വലിയ തിരമാലയുടെ അകത്തളങ്ങളിലേക്ക് നമ്മൾ മുങ്ങിത്താഴാൻ പോകുമ്പോഴും ക്രിസ്തുവുമായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടെങ്കിൽ ആ തിരമാല നമ്മളെ വിഴുങ്ങിയാലും കുഴപ്പമില്ല. എന്താണെന്ന് അറിയാമോ? നമ്മൾ കർത്താവിന്റെ കരങ്ങളിൽ അടുത്ത സെക്കൻഡിൽ. രക്ഷിക്കണമെങ്കിൽ കർത്താവ് രക്ഷിച്ചോളും. ഇനി രക്ഷിച്ചില്ലെങ്കിലും നമ്മൾ സേഫാണ്, അവിടെയും നമ്മൾ സേഫാണ്. സ്തോത്രം. കാരണം എന്താ? ദൈവത്തിന്റെ പെർഫെക്റ്റ് പദ്ധതിക്കനുസരിച്ച് ഞാൻ പോകുന്നത്. കാരണം എൻ്റെ നാളകൾ ദൈവകരങ്ങളിൽ ഭദ്രമാണ്. അതുകൊണ്ട് ഇന്നുകളെ ഓർത്ത് ഞാനതിനെ ഭാരപ്പെടുന്നത്. ഇന്നെന്നെ തുപ്പലേൽപ്പിക്കപ്പെടുന്നുണ്ട്, ഇന്ന് ഞാൻ അടികൊള്ളുന്നത്, കൂടെ നിൽക്കുന്നവർ വഞ്ചിക്കുന്നുണ്ട്, എന്നെ ഒറ്റിക്കൊടുക്കുന്നില്ല, എല്ലാവരും എന്നെ വിട്ടുപോയി. പക്ഷെ ഞാൻ ഈ വിട്ടുപോകുന്നവരെയും ഒറ്റിക്കൊടുക്കുന്നവരെയും രക്ഷിക്കുന്ന ദൈവിക പദ്ധതിയിലാണ് ഞാൻ. സ്വന്തം ദൈവത്തിന്റെ കറക്റ്റ് പ്ലാനിൽ കൂടി സഞ്ചരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് യേശുവിന് ബോധ്യമുണ്ട്. കാരണം എന്താ? ദൈവവുമായിട്ട് നല്ല ബന്ധത്തിലാണ്, പിതാവുമായി നല്ല കണക്ഷനിലാണ്. സ്വത്രം ലൈഫിൽ എല്ലാം ഓക്കെ ആകുന്നത് കൊണ്ടല്ല സമാധാനം വരുന്നത്, ദൈവവുമായിട്ടുള്ള ബന്ധമുള്ളത് കൊണ്ടാണ് ഓക്കെ ആകുന്നത്. അത് ഏറ്റവും വലിയ സത്യം എന്ന് പറയുന്നത് അത് നമ്മൾ നേടിയെടുത്തതല്ല. കർത്താവ് പറയാം, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകും. ഒരു മനുഷ്യൻ ഏറ്റവും അവസാനം വിട്ടേച്ചു പോകാൻ പോകുന്ന സമയത്ത് കൊടുത്തിട്ട് പോകുന്ന വിലയേറിയ നീതി എന്ന് പറയുന്നത് വലുതാണ്. അങ്ങനെയാണെങ്കിൽ യേശു ശിഷ്യന്മാരെ വിട്ടുപോകുമ്പോൾ ഞാൻ 2 ഏക്കർ വസ്തു ഇവിടെ തന്നിരിക്കാമെന്നോ, അല്ലെങ്കിൽ നല്ല 2 ബോട്ട് നീ പ്രാർത്ഥിച്ചുകൊള്ളൂ, ഗലീലക്കടലിന്റെ ആ സൈഡിൽ ഞാൻ കെട്ടിയിട്ടിട്ടുണ്ടെന്നോ, നീ അന്ന് വലയിട്ടതുപോലെ പോയി നാളെ മുതൽ വലയിട്ടു, വേണ്ടുവോളം സകല മീനും നിനക്ക് മാത്രം ഞാൻ തന്നേക്കാമെന്നോ ഒന്നും അല്ല യേശു പറഞ്ഞത്. എൻ്റെ സമാധാനം ലോകം ഒരിക്കലും കിട്ടാത്ത, എനിക്ക് ലോകത്തിൽ തരാൻ കഴിയും, ലോകത്തിൽ ഒരു നന്മയിൽ കൂടി കർത്താവിന് പോലും തരാൻ കഴിയാത്ത ഒരു സമാധാനം എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ തന്നേച്ചേ പോകും. മക്കളെ, നിങ്ങൾ ഭാരപ്പെടണ്ട, വ്യാകുലപ്പെടണ്ട, അനാഥരെ വിട്ടേച്ച് പോവുമല്ല ഞാൻ എന്നെ നിങ്ങൾക്ക് തന്നേച്ചു പോവുകയാണ്. യേശു നമുക്ക് തന്നിട്ട് പോയ സമാധാനം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ക്രിസ്തുവിന്റെ സമാധാനം അല്ല നമ്മളിൽ വാഴുന്നത് എന്നതാണ് തെറ്റ്. അവിടെയാണ് നമുക്ക് മിസ്റ്റേക്ക് സംഭവിച്ചത്. നമ്മൾ അസമാധാനത്തിലാകും. ഒരു സ്വസ്ഥതയില്ല പാസ്റ്ററെ. ചില ആളുകൾ നമ്മളോട് പറയാറില്ലേ, ഒരു സമാധാനമില്ല, ഈ കുഞ്ഞിനെ കൊണ്ട് എനിക്ക് സമാധാനമില്ല. എനിക്കറിയില്ല ഭർത്താവിന്റെ ഭാര്യയെ കുറിച്ച് അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടോന്ന് അറിയില്ല. ഈ ഭാര്യയെ കൊണ്ട് എനിക്ക് സമാധാനമില്ല, ഈ ഭർത്താവിനെ കൊണ്ട് എനിക്ക് സമാധാനമില്ല, ഈ അയൽക്കാരെ കൊണ്ട് എനിക്ക് ഒരു സ്വസ്ഥതയുമില്ല. യേശു തന്നോടൊപ്പമായിരുന്ന വ്യക്തികൾ വഞ്ചിക്കുമ്പോഴും കർത്താവ് എങ്ങനെയാ സമാധാനം അനുഭവിക്കുന്നത്? പിതാവുമായിട്ട് നല്ല ബന്ധത്തിലാണ് യേശു കർത്താവ്. ആ സമാധാനം തന്നത് വേറൊരു സമാധാനമല്ല. ക്രിസ്തു ആ സമാധാനം നമുക്ക് തന്നേച്ചു പോവുകയാണ്. ആ സമാധാനമാണ് നമ്മളിൽ വാഴേണ്ടത്, കൺട്രോൾ ചെയ്യേണ്ടത്, ഗൈഡ് ചെയ്യേണ്ടത്. അതിലേക്കാണ് നമ്മൾ വരേണ്ടത്.
ഇനി നമുക്ക് അതെന്താണ് എന്നൊന്ന് മനസ്സിലാക്കി അവസാനിപ്പിക്കാൻ നമുക്ക് സമയമെടുക്കാം. സ്തോത്രം. ക്രിസ്തുവിന്റെ സമാധാനം നമ്മളിൽ വാഴട്ടെ എന്ന് പറയുകയാണ്. പലപ്പോഴും നമ്മളെ കുഴപ്പം എന്താണെന്ന് അറിയാം, നമുക്ക് ഈ സമാധാനം വരാത്തതിന്റെ കുഴപ്പം ഇത് വലിയ സമാധാനം ഉള്ളതായിട്ടൊന്നും നമുക്ക് തോന്നുന്നില്ല. നമ്മൾ പലപ്പോഴും സമാധാനപ്പെടുന്നത്, ഇപ്പൊ നമ്മൾ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ ഒരു പ്രാർത്ഥനാ വിഷയം നമ്മളോട് പറയുകയാണെങ്കിൽ, നമുക്കൊരു പ്രാർത്ഥന വിഷയം ചോദിക്കുകയാണ്, നമ്മൾ പറഞ്ഞ എന്താണെന്ന് അറിയാമോ? ആ പാസ്റ്ററെ, ആ കൊച്ചിന്റെ കാര്യം കൂടെ ഒന്ന് ശരിയായിരുന്നെങ്കിൽ വളരെ സമാധാനമായേനെ. തീർച്ചയായിട്ടും ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ അതൊക്കെ ശരിയായിക്കോളും. അതൊക്കെ ദൈവം ചെയ്തോളും. സ്തോത്രം. പക്ഷെ നമുക്ക് ഏറ്റവും വലിയ വിഷയം എന്താണെന്ന് അറിയോ? നമ്മൾ ആ ഭാരപ്പെടുന്ന വിഷയം, നമ്മളിപ്പം നിത്യതയുടെ കാര്യങ്ങളും നിത്യയുടെ ബോധ്യങ്ങൾ പറയുമ്പോഴും നമ്മുടെ ലൈഫിൽ ഇന്നത്തെയും നാളത്തെയും വിഷയമാണ് നമ്മുടെ ലൈഫിൽ ഏറ്റവും സമാധാനം ഇല്ലായ്മയാക്കുന്നത്. യഥാർത്ഥ നാളകളാണ് നമ്മുടെ സമാധാനത്തിന്റെ ലക്ഷ്യമെങ്കിൽ നമുക്ക് സമാധാനപ്പെടുവാൻ വകയുണ്ട്. നമുക്ക് 10 വർഷം കഴിഞ്ഞത് നാളത്തെ കാര്യത്തെക്കാൾ വലുതായ യഥാർത്ഥ നാളുകൾ കർത്താവിന്റെ കരങ്ങളിൽ ഭദ്രമാക്കി കർത്താവ് ഫ്രീയാ തന്നിട്ട് പോയി. ആ സമാധാനത്തെ നമ്മൾ യഥാർത്ഥമായി മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ക്രിസ്തുവിന്റെ സമാധാനം നമ്മൾ വാഴുന്നില്ല, അല്ലെങ്കിൽ വാഴണമെന്ന് പൗലോസ് പറയുന്നത്. ഞാൻ ഒന്നുകൂടി അതൊന്ന് സിമ്പിൾ ആയിട്ട് പറയാം. സ്തോത്രം. നമ്മൾ പലപ്പോഴും ക്രിസ്തുവുമായിട്ട് നമുക്ക് സമാധാനപ്പെട്ടതൊന്നും വലുതായിട്ട് തോന്നുന്നില്ല. കർത്താവ് നമ്മളെ ഒന്നാക്കിയെന്നും കർത്താവിന്റെ രക്തത്താൽ നമ്മളെ പിതാവുമായിട്ട് ബന്ധപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ നമുക്കിതൊന്നും വലിയ കാര്യമായിട്ട് തോന്നുന്നില്ല. ഓക്കെ പാസ്റ്റർ, അതൊക്കെ ഒന്നാക്കിയെന്ന് എനിക്ക് അറിയാം പാസ്റ്റർ, അതൊക്കെ നടക്കട്ടെ, നല്ല കാര്യം പാസ്റ്റർ. എന്റെ ഇപ്പോഴത്തെ ആ പ്രാർത്ഥനാ വിഷയത്തിനും കർത്താവ് ഒരു മറുപടി എപ്പോൾ അയക്കുമെന്നൊന്ന് പ്രാർത്ഥിച്ച് പറയാൻ പറ്റുമോ പാസ്റ്റർ? ഞാൻ വളരെ ഈ വിഷയത്തിൽ ഭാരത്തില. ഈ മക്കളെ പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നമ്മൾക്ക് എല്ലാവർക്കും വിവിധ തരത്തിൽ വിഷയങ്ങളുണ്ട്. അതെല്ലാം മാറിയിട്ട് നമുക്ക് സമാധാനപ്പെടാമെന്നില്ല. അതിന്റെ നടുവിലും നമുക്ക് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഒരു വലിയ മാർഗത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇന്ന് അസമാധാനത്തിൽ ജീവിക്കുന്നത്. നമ്മൾ കർത്താവിന്റെ പ്ലാനിലാണ്. കർത്താവിന്റെ സമാധാനം നമുക്ക് ലഭിച്ചു കഴിഞ്ഞു എന്നാണ് ഇവിടെ പറയുന്നത്. കർത്താവിന്റെ പെർഫെക്റ്റ് പ്ലാനിൽ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയാത്തതെന്ന് പറഞ്ഞാൽ, ഞാൻ ആ മനസ്സിലാക്കാൻ കഴിയാത്തത് എന്ന് പറയാൻ വേണ്ടി ഞാൻ ഒരു ഭാഗം ഞാൻ എടുക്കാം. ഈ മർക്കോസിന് ഞാൻ വേഗത്തിൽ എന്ന് പറയാം. മർക്കോസിന് സുവിശേഷം 2-ാം അധ്യായത്തിൽ ഞാൻ പറയുന്നില്ല, വായിക്കുന്നില്ല. മർക്കോസിന് 2-ാം അധ്യായത്തിൽ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ നമുക്കറിയാവുന്ന ഒരു സംഭവ കഥയുണ്ട്. അവിടെ ഒരു പാരലൈസ് ആയിപ്പോ ഒരു പക്ഷാഘാതം പിടിച്ച, പക്ഷപാതം പ്രാപിച്ച ഒരു വ്യക്തി സൗഖ്യമാകുന്നുണ്ട്. സ്തോത്രം. അവിടെ സൗഖ്യമാകുന്ന സമയത്ത് യഹൂദന്മാര് പരീശന്മാരും ഒക്കെ വന്നിരുന്ന് പറയുന്നുണ്ട്, വന്നിരുന്ന് യേശുവിനെ കുറ്റപ്പെടുത്താൻ വേണ്ടി വന്നിരുന്നു. അപ്പോൾ യേശു കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇദ്ദേഹത്തിന്റെ പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ യേശു കർത്താവ് ചോദിക്കുന്നുണ്ട്, പാപങ്ങൾ മോചിക്കുന്നതാണോ ഈ മനുഷ്യനെ രോഗം സൗഖ്യമാക്കുന്നതാണോ എളുപ്പമെന്ന് യേശു ചോദിക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, കർത്താവിന് ഒരു മനുഷ്യന്റെ രോഗത്തെ, പാരലൈസ് ആയ മനുഷ്യനെ സൗഖ്യമാക്കുന്നതിന് ഒറ്റ വാക്ക് മതി. എന്ന് പറഞ്ഞു? കിടക്കയെടുത്ത് നടക്കാം. എന്നാൽ പാപത്തെ മോചിക്കുകയെന്ന് യേശു കേവലം അവിടെ വാക്കുകൾ കൊണ്ട് ഉപയോഗിച്ചെങ്കിലും ആ മനുഷ്യന്റെ പാപത്തിന്റെ പൂർത്തീകരണം നടക്കുന്നതും യേശുവിന്റെ വാക്കാൽ അവിടെ കൽപ്പിക്കുന്നെങ്കിലും പൂർത്തീകരിക്കപ്പെടുന്നത് ക്രൂശിലാണ്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല മക്കളെ ഞാൻ നിങ്ങളുടെ പാപത്തെ ക്ഷമിക്കുന്നത്. അതിന് ഞാൻ വലിയ വില കൊടുക്കുന്നുണ്ട്. സ്തോത്രം. അതിന് വില കൊടുക്കുന്നുണ്ട്. അത് ഈസി അല്ല. യേശു ചോദിക്കുകയാണ്, ഞാൻ ആ മനുഷ്യന്റെ പാപം മാറ്റുന്നതാണോ അത് അദ്ദേഹത്തിന്റെ രോഗം മാറ്റുന്നതാണോ എളുപ്പം? അവർക്കതൊന്നും മനസ്സിലായില്ല. എന്നെ പിന്നെയും ചിന്തിപ്പിക്കുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് എന്റെ ഏറ്റവും 12-ാമത്തെ വാക്യമാണ്. യേശു ആ മനുഷ്യനോട് പറഞ്ഞു, കിടക്കയെടുത്ത് നടക്കുക എന്ന് പറഞ്ഞു. ഉടനെ ആ കിടക്ക എടുത്തുകൊണ്ട് പോകുന്നു. ഉടനെ തൊട്ടടുത്ത വാക്യത്തിൽ കാണുകയാണ്, ദൈവത്തെ സ്തുതിച്ചു. എന്തിനു വേണ്ടി ദൈവത്തെ സ്തുതിച്ചു? ആ മനുഷ്യൻ കിടക്കയെടുത്ത് പോകുന്നത് കണ്ടിട്ട് ദൈവത്തെ സ്തുതിച്ചു. അവിടെ എന്നെ ചിന്തിപ്പിക്കുന്നത്, ദൈവത്തെ സ്തുതിക്കുന്നത് പാപമൊന്നുമല്ല, ആ കാര്യത്തിന് തെറ്റുമല്ല, അവിടെ തെറ്റാണെന്ന് രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ അവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്. നമ്മൾ പലപ്പോഴും നമ്മുടെ ലൈഫിലും ഭൗതികമായ ചില കാര്യങ്ങൾ കർത്താവ് ചെയ്യുമ്പോൾ നമ്മൾ വളരെ എക്സൈറ്റ് ആകുന്നു, വളരെ ഇത് അത്ഭുതപ്പെടുന്നു. അയ്യോ പാസ്റ്റേ, അപ്പൊ പ്രാർത്ഥിച്ചപ്പോൾ അവർ പെട്ടെന്ന് സൗഖ്യമായോ? അന്ന് തന്നെ സൗഖ്യമായോ? എന്നിട്ട് ബാക്കിയൊക്കെ ഒന്ന് പറഞ്ഞാട്ടെ പാസ്റ്റേ. നമ്മൾ പറയും, നമ്മൾ അതിനെ അങ്ങ് വളരെ വലുതായിട്ട് കാണും. ഒരു വ്യക്തി പാപി മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ടു, ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ, നല്ല ശുശ്രൂഷ, ദൈവം അനുഗ്രഹിക്കട്ടെ, ഇത്രേ ഉള്ളൂ. എന്നൊരു കണ്ണ് കാണാത്ത വ്യക്തി കണ്ടെന്ന് പറഞ്ഞാലോ നമ്മൾ വല്ലാതെ വലുതാകിയ. നമ്മൾ ആ വാക്യത്തിലേക്ക്, 12-ാം വാക്യത്തിലേക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തി എന്ന് പറയുന്ന ഈ മനുഷ്യർ രോഗം സൗഖ്യമാക്കിയതാ. എന്നാൽ സത്യത്തിൽ കർത്താവിന്റെ മുകളിലത്തെ സ്റ്റേറ്റ്മെന്റിനെ ചേർത്ത് പറഞ്ഞാൽ എന്താണ് സത്യത്തിൽ സംഭവിക്കേണ്ടതായിരുന്നെന്ന് അറിയാം? യഹൂദന്മാർ എന്തിനു വേണ്ടി ദൈവത്തെ സ്തുതിക്കണമായിരുന്നു? നഗ്നനായി യേശു ക്രൂശിൽ മരിക്കുന്നത് കണ്ടിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണമായിരുന്നു.
അടികൊള്ളുന്ന യേശുവിനെ കണ്ടിട്ട് കർത്താവിനെ മഹത്വപ്പെടുത്തണമായിരുന്നു. ക്രൂശിക്കപ്പെടാൻ പോകുമ്പോൾ എന്നെ ഓർത്ത് കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് കരവീന്ന് പറഞ്ഞ യേശുവിന്റെ ആ വാചകം കണ്ടിട്ട് ദൈവത്തിന്റെ പ്രവൃത്തി ഓർത്ത് മഹത്വപ്പെടുത്തണമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറയുന്നത്, ക്രൂശിന്റെ കഹാനി എന്ന് പറയുന്നത് നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാണ്, ഇന്ന് രക്ഷിക്കപ്പെടുന്ന നമുക്കൊരു ദൈവത്തിന്റെ ശക്തിയാണ്. അതാണ് ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള വഴി. പാപത്തിൽ നിന്നും വിടിവിച്ചു അവനോട് നമുക്ക് സമാധാനം വരുത്തി എന്നുള്ള വ്യക്തമായ ബോധ്യം പലപ്പോഴും നമുക്ക് ബോധ്യമാകാത്തത് കൊണ്ട് അത് നമുക്കൊരു സന്തോഷമാകുന്നില്ല. നമ്മുടെ കുഞ്ഞിന് നല്ലൊരു ജോലി ലഭിക്കുമ്പോഴാണോ സന്തോഷം, അതോ ആ കുഞ്ഞ് രക്ഷിക്കപ്പെടുമ്പോഴാണോ സന്തോഷം? നമ്മുടെ കുഞ്ഞ് അന്യഭാഷ പറഞ്ഞ് ദൈവത്തെ ആരാധിക്കുമ്പോഴാണോ സന്തോഷം, അതോ ഫസ്റ്റ് റാങ്ക് മേടിച്ചുകൊണ്ടിരുമ്പോഴാണോ? മറ്റേത് സന്തോഷിച്ച പാപമൊന്നുമില്ല, അത് ദൈവം തരുന്നത് തന്നെയാണ്. പക്ഷെ ഏതാണ് കൂടുതൽ നമുക്ക് സന്തോഷം? നിത്യതയുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങളിൽ വാഴുന്നത് ക്രിസ്തുവിന്റെ സമാധാനമല്ല. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അസമാധാനം വരാൻ സാധ്യതയുണ്ട്. എപ്പോഴും അസമാധാനം വരും. അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇടയ്ക്കിടയ്ക്ക് സന്തോഷിക്കും, ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും നിരാശയിലാണ്. അതെന്തോ ഹോർമോൺ തകരാറായിരിക്കാം, സ്വതന്ത്രം. അല്ലെങ്കിൽ പെട്ടെന്ന് മാനസികമായിട്ടുള്ള എന്തെങ്കിലും ഈ കൊറോണ വന്നതിന് ശേഷമുള്ള ഡിപ്രഷൻ കൊണ്ടായിരിക്കാം, സ്വതന്ത്രം. അത് ഇതുമായിട്ടൊന്നും അതൊരു രോഗമാണ്, ചികിത്സിക്കുന്നവരാണെങ്കിൽ ചികിത്സിച്ചാട്ടെ, സ്വതന്ത്രം. അതല്ല, നമുക്ക് കർത്താവുമായിട്ട് പ്രത്യേകിച്ച് ഡിപ്രഷനൊന്നുമില്ല, എന്നാലും ചില സമയത്ത് ദൈവമേ അതെന്താ നടത്തിത്തരാഞ്ഞത്, ഇതെന്താ നടത്തി, ഇങ്ങനെയൊക്കെ ചോദിച്ച്, അങ്ങനെ ചോദിക്കാതെ തരില്ല, പക്ഷെ അതൊക്കെ ചോദിച്ചിട്ട് നമ്മൾ അസമാധാനത്തിലേക്ക് വരുന്നെങ്കിൽ നമുക്കൊരിക്കലും നേടിയെടുക്കാത്തത് കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത് തീർത്ത് കഴിഞ്ഞു. ആ സമാധാനം നമുക്ക് തന്നേച്ചു പോയി. ഇന്ന് നമുക്ക് അപ്പാന്ന് വിളിക്കാൻ ദൈവം നമുക്ക് യോഗ്യത തന്നു. ദൈവമായിട്ട് നല്ല ബന്ധത്തിൽ ക്രിസ്തു മുഖാന്തരം നമുക്ക് വഴി തുറന്നു തന്നു. നമുക്കിതൊക്കെ വളരെ ഈസി ആയിട്ട് തോന്നുന്നത്. ഞാനിങ്ങനെയാണ് ചിന്തിക്കുന്നത്, കർത്താവിന്റെ സന്നിധിയിൽ ചെല്ലുന്ന സമയത്താണ് നമ്മൾ അറിയുന്നത്, ദൈവമേ ഇത്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം സ്വർഗം എന്ന് പറയുന്നത് പ്രസംഗിക്കുമ്പോൾ വളരെ സന്തോഷം ഉണ്ടെങ്കിലും സത്യത്തിൽ വലിയ വിശ്വാസമൊന്നുമില്ല. ചില ആളുകൾ പറഞ്ഞ് ഉണ്ടോ, ഉണ്ടായിരിക്കുമല്ലേ, ഉണ്ട് ഞാനും പോവും. ഇത് ചിലർ അവിടെ ചെല്ലുമ്പോൾ ചില ബോധം കെട്ട് വീഴാൻ, ഞാനത് അങ്ങനെ ബോധം കെട്ടൊന്നും വീഴത്തില്ല, ചില ബോധം കെട്ട് വീഴാൻ വരെ സാധ്യതയുണ്ട്. കാരണം സത്യത്തിൽ ചിലർ വിശ്വസിച്ചിട്ട് പോലും അവിടെ എത്തുമെന്നും അവിടെ ഉണ്ടെന്ന് പോലും ചിലർ വിശ്വസിക്കുന്നില്ല. കർത്താവ് രണ്ടാമത് വരുന്നു പറയുന്നതെന്നല്ലാതെ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പാട്ടുപാടിയവർ ചിലർ അങ്ങനെ പറയുന്നുണ്ടെന്നല്ലാതെ സത്യത്തിൽ അവരുടെ ജീവിതത്തിൽ കർത്താവ് വരുന്നതോട്ട് ഒരു ബന്ധവുമില്ല. നിത്യതയുടെ കാര്യങ്ങൾ ചിലപ്പോൾ വാതോരാതെ സംസാരിക്കുന്നവരായിരിക്കാം ഈ ലോകത്തെ കൊതിയോടെ ജീവിക്കുന്നവർ. ഞങ്ങളുള്ളൊരു നമ്മളങ്ങനെ അല്ല, പക്ഷെ അങ്ങനെയുള്ളവരാണ് ഭൂരിപക്ഷം ആളുകൾ. വളരെ ചുരുക്കം ചിലരേ ഉള്ളൂ ഈ ദേശം എന്റെ അല്ലെന്ന് പറഞ്ഞ് ജീവിക്കുന്നവർ. സ്വത്രം. അത് നമ്മളിൽ ഈ ദിവസങ്ങളിൽ ഈ വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ ദൈവം നമ്മൾ ക്രിയ ചെയ്തിട്ട് നമ്മുടെ സമാധാനം ലോകത്തിന്റെ എന്തെങ്കിലും വിഷയമാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഈ ലോകത്തിൽ മരിക്കുന്നത് വരെ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റും. നിത്യതയിൽ പോകുമായിരിക്കും, പക്ഷെ ആ സമാധാനം പൂർണ്ണമായി ആസ്വദിക്കാൻ പറ്റത്തില്ല. പ്രോബ്ലങ്ങൾ അനുഭവിക്കേണ്ടത് അനുഭവിക്കും. ഒരു മുഴ വളർന്നു വരുന്നെങ്കിൽ അതവിടെ ഇരിക്കും, രോഗം വരുന്നെങ്കിൽ രോഗം വരും. അസമാധാനം അത് നിമിഷം വന്നാൽ, അത് നിമിത്തം വന്നാൽ നമ്മളിങ്ങനെ അസമാധാനപ്പെട്ടുകൊണ്ടേയിരിക്കും. എന്നാൽ നമ്മുടെ സമാധാനം കർത്താവുമായിട്ട് ബന്ധം വന്നെന്നുള്ളതാണെങ്കിൽ നമ്മൾ ഒരിക്കലും അസമാധാനപ്പെടത്തില്ല. ആ ഭാഗങ്ങള് നിങ്ങളോളം എത്തിയെന്ന് വിശ്വസിക്കുകയാണ്, സ്വത്രം. അതുകൊണ്ട് ദിവസങ്ങളിൽ കർത്താവിന്റെ സമാധാനം നമ്മളിൽ വാഴാൻ ദൈവം ഇടയാക്കട്ടെ, സ്വത്രം. അതെ, ആമേൻ. നമുക്ക് യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു കർത്താവ് പറഞ്ഞ ആ ഭാഗങ്ങളെ നിങ്ങളോളം എത്തിയെന്ന് ചിന്തിക്കുകയാണ്, സ്വത്രം. ആമേൻ. റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം വായിച്ചാട്ടെ. റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനം ഉണ്ട്. അതെ, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടതുകൊണ്ട് ക്രിസ്തുവിനോട് കൂടി സമാധാനം. ദൈവത്തോട് സമാധാനം ഉണ്ടെന്നുള്ള ആ സമാധാനം നമ്മൾ മനസ്സിലാക്കുന്നില്ല. ക്രിസ്തുവുമായിട്ട് നമുക്ക് ഓൾറെഡി സമാധാനം ലഭിച്ചു കഴിഞ്ഞു. നമ്മൾ ദൈവത്തിന്റെ മക്കളായി. അബ്ബാ, പിതാവെന്ന് വിളിക്കുവാനുള്ള ദൈവത്തിന്റെ വലിയ ദയ തന്നു. അതാണ് നമ്മുടെ ഏറ്റവും വലിയ സമാധാനം, സ്വത്രം. 17-ാം അധ്യായം യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ 21-ാമത്തെ വാക്യം വായിച്ചാട്ടെ. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ 20. ഞാനിപ്പോ പറഞ്ഞ വാക്യങ്ങളൊക്കെ എവിടെയുണ്ട്? യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 21-ാമത്തെ വാക്യം. നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ലോകം വിശ്വസിപ്പാൻ അവർ എല്ലാവരും ഒന്നാകേണ്ടതിന് പിതാവേ, നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ അവരും നമ്മിൽ ആകേണ്ടതിന് തന്നെ. ആമേൻ. ഇവിടെ പൗലോസ് യേശു കർത്താവ് പറയുകയാണ്, ഞാനും പിതാവ് ഒന്നാണ്, നമ്മൾ ഒന്നാകുന്നത് പോലെ ഇവരും ഒന്നാകേണ്ടതിന്. കണ്ടോ, ക്രിസ്തുവിന്റെ പിതാവിന്റെ സമാധാനം ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ അതേ ക്രിസ്തു നമ്മളെ ഒരുമിച്ച് അവനുമായി ബന്ധപ്പെടുത്തുകയാണ്. ഇതാണ് സമാധാനം. ഇപ്പൊ നോക്കി, പിതാവ് ക്രിസ്തുവിൽ കൂടി നമ്മളുമായി കണക്റ്റായി നിൽക്കുക. ഈ പ്രസംഗം നമ്മളിങ്ങനെ കേട്ടുകൊണ്ട് ഈ പ്രസംഗത്തിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ക്രിസ്തു മുഖാന്തരം ദൈവമായിട്ട് ബന്ധം തന്നു.
ഇനി ഏതെങ്കിലും നമ്മുടെ ലൈഫിൽ നമുക്ക് തോന്നിക്കില്ല എനിക്ക് ദൈവമായിട്ടൊരു ബന്ധമില്ല പാസ്റ്റർ, എന്റെ എല്ലാം പോയി, എന്റെ ദൈവം കൈവിട്ടു, അങ്ങനെ തോന്നിക്കുന്നെങ്കിൽ അതൊരു തെറ്റായ ചിന്തയാണ്. നിങ്ങൾ ക്രിസ്തുവിന്റെ അടുക്കലേക്ക് മടങ്ങി വരാൻ നിങ്ങൾക്ക് ഇന്നും അവസരങ്ങളുണ്ട്. കർത്താവ് നിങ്ങളെ കൈവിട്ടിട്ടില്ല. നിങ്ങൾ കർത്താവിന്റെ പദ്ധതികളിൽ കൂടി സഞ്ചരിക്കുകയാണ്, കർത്താവിന്റെ വഴികളിൽ കൂടി സഞ്ചരിക്കുകയാണ്. അസമാധാനത്തിന്റെ വാക്കുകളെ നിങ്ങളുടെ ചെവികളിൽ നിന്ന് മാറ്റിയിട്ട് ക്രിസ്തു വരുത്തിയ വലിയ സമാധാനത്തെ ആസ്വദിക്കുന്നവരാകട്ടെ. അത് കല്ലറയായാലോ, അല്ലെങ്കിൽ അത് കാരാഗ്രഹമായിരുന്നാലും, അത് മരണകരമായ സിറ്റുവേഷൻ ആയാലും ക്രിസ്തുവിന്റെ സമാധാനം നമുക്ക് ആസ്വദിക്കാൻ കഴിയണം. ക്രിസ്തുവിന്റെ സമാധാനം സ്വത്രം. ബാക്കിയുള്ള കാര്യങ്ങൾ നാളെ നമുക്ക് ചിന്തിക്കാം. എങ്കിലും ഞാൻ ഒരു ഭാഗം തുടങ്ങി വെച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കാം. സ്വത്രം. കൊലോസ്യ ലേഖനം 3-ാമത്തെ അധ്യായത്തിൽ അടുത്ത് പറയുന്നത് ഇങ്ങനെയാണ്. സ്വത്രം എന്താണ്? ഒന്നുകൂടെ നോക്കിയാട്ടെ. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. ഇത് വാണാലേ നമുക്ക് സമാധാനം അനുഭവിക്കാൻ പറ്റും. ബാക്കിയുള്ള എന്ത് വിഷയത്തിലാണോ നിങ്ങൾക്ക് അസമാധാനം, അത് നാളെ ഒരുപക്ഷെ മാറും. നിങ്ങളുടെ തലമുറയുടെ വിഷയമാണെങ്കിൽ ഒരുപക്ഷെ അത് പരിഹരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഒരു രോഗത്തിന്റെ വിഷയമാണെങ്കിൽ പരിഹരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. പക്ഷെ അത് മാറിയത് കൊണ്ട് സമാധാനം വരുമെന്നത് ഒരു മിഥ്യാധാരണയാണ്. അങ്ങനെ ലോകത്തിൽ ജീവിക്കുകയായിരുന്നെങ്കിൽ എത്രയോ ആളുകൾ സമാധാനത്തോട് ജീവിക്കണമായിരുന്നു. എന്നാൽ യഥാർത്ഥമായ സമാധാനം എന്ന് പറയുന്നത് ലോകത്തിന്റെ ഒരു കാര്യത്തിന് നമുക്ക് തരാൻ പറ്റത്തില്ലെന്ന് യേശു പറഞ്ഞു. നമുക്ക് ഈ കാര്യത്തിൽ സമാധാനിക്കാൻ പറ്റുമോ? ക്രിസ്തു പിതാവുമായിട്ട് നമുക്ക് ബന്ധപ്പെടുത്തി. അന്ന് ഏദൻ തോട്ടത്തിൽ ആദാമിന് നഷ്ടം സംഭവിച്ചത് ക്രിസ്തുവിന്റെ മരണത്താൽ തിരികെ വന്നു. ദൈവവുമായിട്ട് നല്ലൊരു ബന്ധത്തിലേക്ക് വരാൻ ആദാമിനോടും ഹവ്വയോടും ദൈവം നല്ല ബന്ധത്തിലായിരുന്നു. അതിനേക്കാൾ ആഴത്തിൽ, അതുപോലെയല്ല, അതിനേക്കാൾ ആഴത്തിലാണ് ക്രിസ്തുവുമായിട്ട് നമുക്കിന്നുണ്ടാകുന്ന ബന്ധം. സ്തോത്രം. എത്രയോ മനോഹരമായ ബന്ധം. ഞാനിവിടെ പ്രാർത്ഥന നിർത്തിയിട്ടോ, അല്ലെങ്കിൽ നമ്മളിൽ ഓരോരുത്തരും പ്രാർത്ഥന നിർത്തിയിട്ട് അപ്പച്ചാ എന്ന് വിളിക്കുമ്പോൾ നമ്മുടെ വിശുദ്ധിയുടെ കൂടുതൽ കൊണ്ടോ കുറവ് കൊണ്ടോ അല്ല, കർത്താവ് ക്രൂശിൽ വഹിച്ച പാപ പരിഹാര ബലി നിമിത്തം കർത്താവ് പറയുകയാണ്, നിങ്ങൾക്ക് സമാധാനം ഞാൻ വരുത്തി. അടിമകളായവരെ ഞാൻ മക്കളാക്കി മാറ്റി, ഒന്നുമില്ലാത്തവരെ എല്ലാമാക്കി മാറ്റി. ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ മഹാത്മ്യത്തെ ഒന്ന് മനസ്സിലാക്കാൻ പറ്റിയെങ്കിൽ എത്ര സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ പറ്റും. പത്രോസിന് ഇതൊക്കെയല്ലേ ആ കാരാഗ്രഹത്തിൽ കിടത്ത് ഉറക്കിയത്. സ്വത്രം. അവൻ ഉറങ്ങിയത്. സ്വത്രം. നമ്മൾ ഇന്നും നാളെ പത്രോസിന് ചിലപ്പോൾ ചത്തുപോകാൻ സാധ്യതയുണ്ട്, മരിച്ചു പോകാൻ സാധ്യതയുണ്ട്, ഇല്ലാതായി പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ പത്രോസിന് അറിയാം ക്രിസ്തുവിന്റെ സമാധാനം. തീർച്ചയായും തന്റെ ഭാവിയെക്കുറിച്ചുള്ള ശുശ്രൂഷകളെ പറ്റി യേശു കർത്താവ് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പത്രോസിന്റെ ലൈഫിലൂടെനീളം അടികൊള്ളുമ്പോഴും, പൗലോസിന്റെ ലൈഫിലൂടെനീളം മൃഗയുദ്ധത്തിൽ ഏർപ്പെടുമ്പോഴും, കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുമ്പോഴും, ഇനി മരണത്തെ മുഖാമുഖമായി കാണുമ്പോഴും എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭം എന്നൊക്കെ പറയാൻ കാരണം നാളെ അങ്ങ് മരിച്ചു പോകുന്നത് നിരാശ കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഡിപ്രഷൻ കൊണ്ടൊന്നും അല്ല പറയുന്നത്. ഈ മഹാത്മ്യത്തിന്റെ ഈ സമാധാനം, ഇതല്ല നമ്മുടെ ലോകം. റിയൽ ലോകത്തിൽ ടിക്കറ്റ് ലഭിച്ച് വിസയും ലഭിച്ച് കാത്തിരിക്കുന്നവരാണ് നമ്മൾ. കർത്താവിനി വരും, നമ്മൾ അവനോടൊപ്പം പോകും. ആ സമാധാന ബന്ധത്തിൽ നമ്മളെ കർത്താവ് കൊണ്ട് എത്തിച്ചിരിക്കുക. അടുത്തൊരു ഭാഗം തുടങ്ങി വെച്ച് ഞാൻ ജസ്റ്റ് അവസാനിപ്പിക്കാം. അവിടെ അടുത്ത ഭാഗം, ഈ ഭാഗത്തെ കുറിച്ച് നമുക്ക് പിന്നീട് ചിന്തിക്കാം. ഈ ഭാഗങ്ങൾ ചേർത്ത് ചിന്തിക്കാം. നാളെ ദൈവം അനുവദിച്ചാൽ. സ്തോത്രം. അവിടെ ഇങ്ങനെയാണ് ബാക്കി കാണാൻ കഴിയുന്നത്. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. അതിനല്ലോ നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്ന. സ്തോത്രം. ക്രിസ്തുവുമായി നമുക്ക് സമാധാനം ഉണ്ടെങ്കിൽ, ചില ആളുകൾ പറയുന്നത് പോലെ ഞാൻ കർത്താവിനോട് വലിയ സ്നേഹമാണ്, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ, അതുകൊണ്ടെന്താ നമ്മൾ മറ്റുള്ളവരേക്ക് ആ സ്നേഹം എത്തിക്കണം എന്ന് പറയുന്നത് പോലെ, ക്രിസ്തുവുമായി സമാധാനം ഉണ്ടെങ്കിൽ മറ്റുള്ളവരുമായും സമാധാനം വരും. സ്തോത്രം. ക്രിസ്തുവുമായി സമാധാനമില്ലെങ്കിൽ ഒരു മനുഷ്യനും നമ്മൾ സമാധാനം കൊടുക്കത്തില്ല. നമ്മൾ ഒരു മനുഷ്യർക്ക് സമാധാനം കൊടുക്കാത്തവരാണ് നമ്മളെങ്കിൽ, നിന്നെ കൊണ്ട് ഒരു സമാധാനം എനിക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ നിന്നെ കൊച്ചിനെ നോക്കി പറയുകയോ, അല്ലെങ്കിൽ അപ്പയെ നോക്കി പറയുകയോ, അല്ലെങ്കിൽ അമ്മയെ നോക്കി പറയുകയോ, അല്ലെങ്കിൽ വീട്ടുകാരെ നോക്കി പറയുകയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ അവർക്ക് സ്വസ്ഥത കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ സമാധാനം നമ്മളിൽ വാഴുന്നില്ല. പിന്നെ എങ്ങനെ കൊടുക്കാൻ പറ്റുന്നേ? നമുക്ക് ഈ സമാധാനം ഇല്ലാത്തവർ മറ്റുള്ളവർക്ക് ഒരു സമാധാനവും കൊടുക്കത്തില്ല. സ്വത്രം. സ്വസ്ഥത ഇല്ലാത്തവർ അവരോട് 10 മിനിറ്റ് സംസാരിച്ചാൽ നമ്മുടെ സമാധാനം ഉള്ളതും കൂടെ പോകും, യഥാർത്ഥമായിട്ടില്ലെങ്കിൽ. സ്വത്രം. എന്ന് പറഞ്ഞതുപോലെ ഇവിടെ യേശു കർത്താവ് എന്താ പറയുന്നത്, അല്ലെങ്കിൽ ദൈവം എന്താണ് പറയുന്നത്? ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. എന്നിട്ട് പറയണം, അതിനാലല്ലോ നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്ന. ആ ഭാഗങ്ങളെ നമുക്ക് നാളെ മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇന്ന് രാത്രിയിൽ ഈ വചനങ്ങൾ നിങ്ങളോളം എത്തിയെങ്കിൽ ക്രിസ്തുവിന്റെ സമാധാനം നമ്മളിൽ കൂടി മറ്റുള്ളവർ മനസ്സിലാകത്തക്ക രീതി വളരണമെങ്കിൽ ആദ്യം നമ്മൾ മറ്റുള്ളവർക്ക് വെളിപ്പെടുത്താനൊന്നും ശ്രമിക്കേണ്ട. ആദ്യം യഥാർത്ഥമായി ക്രിസ്തുവിന്റെ സമാധാനം നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇതാണ് ജ്ഞാനം. അല്ലാതെ തത്വജ്ഞാനവും വെറും വഞ്ചനയുമല്ല.
ഇതാണ് ജ്ഞാനം എന്നാണ് പൗലോസ് പറയുന്നത്. ഈ ജ്ഞാനമാണ് പൗലോസ് ലേഖനത്തിൽ കൂടി ആഴങ്ങളിൽ ദൈവം നമുക്ക് നമ്മൾ ചിലത് അറിയണമെന്ന് പൗലോസ് ഇവിടെ തുടക്ക അധ്യായങ്ങളിൽ പറഞ്ഞ അറിവുകൾ ഇതാണ്. ക്രിസ്തുവിൽ സമാധാനമുണ്ട്, ക്രിസ്തുവിൽ സ്നേഹമുണ്ട്, ക്രിസ്തുവിൽ ദയവുണ്ട്, ക്രിസ്തുവിൽ കരുണയുണ്ട്. അത് ക്രിസ്തുവിൽ മാത്രമേ ഉള്ളൂ. അതിലേക്കാണ് കർത്താവ് നമ്മളെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. ആ ക്രിസ്തുവിനെത്തിയ ക്രിസ്തുവിന്റെ സമാധാനം നമ്മളിൽ വാഴട്ടെ. ലോകത്തിൽ ഒന്നും നമ്മുടെ ഹൃദയങ്ങളെ വാഴുവാൻ അനുവദിക്കരുതേ. ക്രിസ്തുവിന്റെ സമാധാനം, ക്രിസ്തു ദൈവവുമായിട്ട് അവന്റെ രക്തത്താൽ തന്ന നല്ല ഊഷ്മളമായ ബന്ധം, അത് ആസ്വദിക്കുന്നവരാകാൻ ദൈവം നമുക്കിടയാക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമ്മളുമായി സഹകരിക്കുന്നവർക്കെല്ലാം ആ സമാധാനം നമ്മളിൽ കൂടി വെളിയിലേക്ക് വരും. അവരും ഈ സ്നേഹത്തിൽ നിലനിൽക്കാനിടയായിത്തീരും. കർത്താവ് നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൽ ഇരുന്നു കൊള്ളുന്ന കർത്താവിന്റെ ദാസനെയും ആമേൻ ശുശ്രൂഷകളെയും ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണമേ എന്നും അപേക്ഷിക്കുന്നു. സ്വന്തം ദൈവസന്നിധിയിൽ നമ്മളെല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ പ്രിയ ബാബുങ്കൾ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ദൈവസന്നിധി നമ്മൾ കടന്നു പോകും.